ആവേ മരിയ. വണക്കമാസത്തിൻ്റെ ഇന്നേ ദിവസം പ്രത്യേകം നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ അമ്മ സ്വർഗാരോപണം ചെയ്തു എന്നുള്ള വലിയ ദിവ്യരഹസ്യത്തെ കുറിച്ചാണ്. മാതാവിനെ ശരീരം ഈ ലോകത്തിൽ അഴുകുവാനായിട്ട് അവൻ അനുവദിച്ചില്ല. ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് ദൈവം തിരുമനസ്സായെന്നുള്ള ഒരു വിശ്വാസ സത്യത്തിൻ്റെ ഒരു പ്രഘോഷണം ഇന്ന് ഈ വണക്കമാസത്തിലുണ്ട്. എന്തുകൊണ്ട് ഈ ഒരു വിശ്വാസ സത്യം പ്രഘോഷിക്കപ്പെടണം, എന്തുകൊണ്ട് നമ്മളതിനെ വിശ്വസിക്കണമെന്നുള്ള ചോദ്യത്തിന് ഒരു മാനുഷിക യുക്തിയിലും നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന് ഉത്തരം വളരെ വ്യക്തമാണ്. ഈ ലോകത്തിലേക്ക് ദൈവം കടന്നു വരാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി, ഒരുപക്ഷെ സ്വർഗം പോലും ഉറ്റുനോക്കിയിരുന്ന ഒരു സമയം പരിശുദ്ധ അമ്മ ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോർഡ്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സമയത്തിനെക്കുറിച്ച് ദൈവശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന സ്വർഗം പോലും ഒരു വ്യക്തിയെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. കാരണം മാനുഷികമായ സ്വാതന്ത്ര്യം ദൈവം എല്ലാവർക്കും നൽകിയിട്ടുണ്ടല്ലോ. മാലാഖയുടെ ഈ അരുളപ്പാടുണ്ടാവുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറയുവാനായിട്ട് പരിശുദ്ധ അമ്മ തയ്യാറായപ്പോൾ സ്വർഗം സന്തോഷിച്ചു എന്നുള്ളതാണ്. ഈ ഒരു വണക്കമാസത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയണത് ഈ ലോകത്തിലല്ല നമ്മുടെ കിരീടവും നമ്മുടെ വിജയവും നമ്മുടെ രാജ്യവും എന്നുള്ളതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ സ്വർഗത്തിലാണ് നമ്മുടെ പൗരത്വം എന്നൊക്കെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ആവർത്തിച്ച് പറയുകയും അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിലെല്ലാം ഇതുപോലെ വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ കിരീടം, ഈ ലോകത്തിൻ്റെ ഈ വാഗ്ദാനത്തിനനുസരിച്ചുള്ള പ്രത്യാശയിലുള്ള വാഗ്ദാനം എന്നൊക്കെ പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ ആ സഭയെ ഉദ്ബോധിപ്പിക്കുന്നതാണ് ഈ ലേഖനങ്ങളിലൊക്കെയും. ഇപ്പം നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന ഒരു മഹത്വത്തിൻ്റെ സാന്നിധ്യത്തിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന സമൂഹത്തെ ഉദ്ബോധിപ്പിക്കുന്നതാണ് ഇതിൻ്റെ ലേഖനങ്ങളെല്ലാം. അതിനെ കർത്താവിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഉയർപ്പിൽ വിശ്വസിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണെന്ന് പ്രഖ്യാപിക്കുന്നു. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു ലോക ജീവിതമല്ല ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ലക്ഷ്യമാകേണ്ടത് എന്ന് വളരെ ബോധ്യത്തോടെ പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം ദൈവ തിരുമുൻപിലെ പരിശുദ്ധ അമ്മയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഒരു വല്ലാത്തൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം ദൈവം എപ്പോഴും ഈ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 5:11, 12, 13 വാക്കുകളൊക്കെ വായിക്കുമ്പോൾ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതാണെന്നൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നൊരു ലോജിക്ക് കർത്താവിൻ്റെ പ്രബോധനങ്ങളിലും അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം. അതായത് ഈ താലന്തുകളുടെ മുമ്പ് എല്ലാത്തിലും ഒരു അരിത്തമാറ്റിക് മാത്തമാറ്റിക് ലോജിക്കുണ്ട് കർത്താവിന്. എത്ര താലന്ത് കിട്ടി, എത്ര സമ്പാദിച്ചു. അപ്പോൾ ഈ ഒരു കണക്ക് എടുപ്പ് കർത്താവിൻ്റെ തിരുമുമ്പിൽ എപ്പോഴും ഒരു കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസമുണ്ട്, ഒരു വിധിയുടെ ഒരു ദിവസമുണ്ടെന്ന് എപ്പോഴും ദൈവം ഓർമ്മപ്പെടുത്തുന്നതാണ്. അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വിധിക്കാൻ വരുമ്പോൾ എൻ്റെ ഇടവും ബലവും നിങ്ങളെ മാറ്റി നിർത്തും എന്നൊക്കെ പറയണത് ഈ ഒരു കുട്ടിക്കഥയായിട്ട് പറയണതല്ല. അതിന് ഒരു അന്തിമ വിധി ഉണ്ടാവും, അന്തിമ നാളിൽ ഞാൻ വരുമെന്നൊക്കെ പറയുന്നത് വിശ്വാസ സത്യമായിട്ട് നമ്മൾ ഓരോ വിശുദ്ധ ബലിയിലും പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം പരിശുദ്ധ അമ്മയെ മാത്രം നമ്മളിങ്ങനെ നോക്കുമ്പം ഈ ലോക ജീവിതത്തിൽ ക്രിസ്തുവിനെ ഈ ലോകത്തിന് നൽകുവാനായിട്ട് ഏറ്റവും അധികം പ്രയത്നിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ദൈവ തിരുമുൻപിൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് അത് വളരെ വലുതാണ്. കർത്താവിൻ്റെ മുമ്പിൽ ഇപ്പോൾ ഉടമ്പടിയിലെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രാർത്ഥനകൾ ഇത്രയേറെ സാക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് കാരണമാകുന്നത്?
അല്ലെങ്കിൽ ഈ ഇടത്ത് വന്ന് 1 മിനിറ്റ് പ്രാർത്ഥിക്കുമ്പോൾ പോലും അനുഭവങ്ങൾ കിട്ടുന്നു, ഇതിനകത്തോട്ട് കയറുമ്പോൾ പോസിറ്റീവ് എനർജി കിട്ടുന്നു, ഇതിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാ വിഷമങ്ങളും മാറുന്നു എന്നൊക്കെ പറഞ്ഞ് എത്രയേറെ പേര് അനുദിനം വന്ന് ഇവിടെ സാക്ഷ്യം പറയുകയും അല്ലെങ്കിൽ പരസ്പരം പറയുകയും ചെയ്യുന്നൊരിടമാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഇടത്തെ ഇത്രത്തോളം ദൈവം എടുത്തുയർത്തുവാനായിട്ട് അല്ലെങ്കിൽ ദൈവം ഒരു സാന്നിധ്യം നൽകുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തതെന്നുള്ള ചോദ്യത്തിന് ഉത്തരവും ഈ ഇടത്തിൻ്റെ ചരിത്രം ആണ്. എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ ദൈവം സെലക്ട് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു ചരിത്രം അന്ന ജോവാക്യം കാലഘട്ടം തൊട്ടിങ്ങനെ വായിച്ചു നോക്കണം. നമ്മളൊരു ഉദാഹരണം, നമ്മളൊരു ജോലിയിലേക്ക് ഒരാളെ സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അയാളുടെ ഹിസ്റ്ററി ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. വേർ ഹി വാസ് വർക്കിംഗ്, വാട്ട് വാസ് ഹിസ് ക്യാരക്ടർ, കണ്ടൻറ്റ് ഓഫ് ഹിസ് ക്യാരക്ടർ, എബിലിറ്റീസ്, എക്സ്പെർട്ടീസ്. ഇങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പം അവന് കേംബ്രിഡ്ജിൽ അഡ്മിഷൻ കിട്ടി അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൽ അഡ്മിഷൻ കിട്ടിയെന്ന് പറയുമ്പം അവൻ അത്രയും ക്വാളിഫൈഡ് ആണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ദൈവം ഒരാളെ തൻ്റെ വേലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്, കൃപയിലുള്ളൊരു ജീവിതം. അപ്പോൾ ഈ ഉടമ്പടിയിലെ സാക്ഷ്യങ്ങൾ പരിശോധിക്കുമ്പം ഉടമ്പടിയിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള, ദൈവം വെച്ചിട്ടുള്ള ഈ ക്രൈറ്റീരിയ ഉണ്ടല്ലോ. അബ്രഹാത്തിനോട് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ മുമ്പിൽ വിശുദ്ധിയോടെ വ്യാപരിക്കണമെന്ന് പറഞ്ഞാൽ ആ ക്രൈറ്റീരിയ ഫുൾഫില്ല് ചെയ്യാനായിട്ടുള്ള കാൻഡിഡേറ്റുകളാണ് ഉടമ്പടി എടുക്കുന്നവർ. വളരെ വ്യക്തമായിട്ട് ലോജിക്കായിട്ട് മനസ്സിലാക്കുമ്പം ദൈവം വെച്ചിരിക്കുന്ന, അനുഗ്രഹത്തിന് വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങൾ, എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളാം ദൈവം പറഞ്ഞു യോഹന്നാന്റെ സുവിശേഷത്തിൽ. അപ്പോൾ ഈ കൽപ്പനകൾ പാലിക്കുക എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ. നീ തോന്നിവാസം ജീവിച്ച് കഴിഞ്ഞാൽ എല്ലാം നൽകുന്നല്ല. അപ്പോൾ ഈ ഒരു എല്ലാത്തിലും നിങ്ങൾ ക്ഷമിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കാം, നിങ്ങൾ പരസ്പരം ക്ഷമിക്കുവാണെങ്കിൽ സ്നേഹിക്കുവാണെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്നറിയാം, നിങ്ങൾ എന്നെ ഏറ്റുപറയണം ഞാൻ ഏറ്റുപറയും. ഇത് വളരെ വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞാൽ നമ്മൾ കർത്താവിനെ മനസ്സിലാക്കാതെ കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ട് അവസാന നിമിഷം സ്വർഗം അടിച്ചെടുക്കാൻ വന്നൊരു ഫിലോസഫിയും സൈക്കോളജിയും തിയോളജിയും ഒന്നും കർത്താവ് പറഞ്ഞിട്ടില്ല. അത് ഒരു പക്ഷേ ഈ കള്ളനെ കണ്ടുകൊണ്ട്, അതായത് കുരിശിൻ്റെ അപ്പുറേ കിടന്ന കള്ളൻ അവസാനം സ്വർഗം അടിച്ചെടുത്തൊരു സാഹചര്യം ഉണ്ട്. അവസാന നിമിഷത്തിൽ കർത്താവെന്ന് വിളിച്ചാലും കർത്താവ് കരുണാമയനാണ്, കരുണ നൽകും. പക്ഷെ നമ്മുടെ അവസാന നിമിഷം എപ്പോഴാണ്, ഇന്നാണോ അടുത്ത നിമിഷമാണോ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണെന്ന് അറിയത്തില്ലല്ലോ. കർത്താവ് എപ്പോഴും പറയണതാ, ഏത് സമയം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ മണവാളം വരാൻ വൈകും, മണവാളം വരുമ്പോൾ കയ്യിൽ തിരി ഉണ്ടാവണം, കള്ളനെ പോലെയാണ് വരണത്. ഈ ഒരു ഉപമകളെല്ലാം കർത്താവ് പറയണത് വെറുതെ ഇങ്ങനെ പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയൊന്നുമല്ല. വ്യക്തമായിട്ട് കർത്താവ് പറയണത് നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു സമയത്ത് ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പം ഇഫ് യു ആർ നോട്ട് പ്രിപ്പയർഡ് അതിനുള്ള വിധി നിനക്കുണ്ടാവും എന്നുള്ളതാണ്. അവിടെ കരുണയ്ക്ക് സ്ഥാനമില്ലല്ലോ. അപ്പം ഈ ദൈവത്തിൻ്റെ മുൻപിലെ ഈ ഒരു ആസ്തി ഒരു വ്യക്തി ഇവിടെ കൂട്ടുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ദിവസവും 10, 20, 22, 23 പേര് ഇങ്ങനെ പല നാടുകളിൽ നിന്നിങ്ങനെ സാക്ഷ്യം പറയാനായിട്ട് സെലക്ട് ചെയ്ത് ഇങ്ങനെ രാവിലെ തൊട്ട് കാത്തിരുന്ന് സാക്ഷ്യം പറയാം. ആ സാക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പം വ്യക്തമായിട്ടൊരു കാര്യം മനസ്സിലാവും, അവർ 0 മെറിറ്റിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു പക്ഷേ വിശ്വാസം തന്നെ ഇല്ലാത്തവർ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്ന് അവർ പതുക്കെ പ്രാർത്ഥിച്ചു തുടങ്ങുന്നു, ദൈവത്തിരുമുമ്പിൽ ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നു, നന്മകൾ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ചെയ്ത് തുടങ്ങിക്കഴിയുമ്പം നമുക്കൊരു ക്രെഡിറ്റ് ഉണ്ടാവുമല്ലോ. നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ മുമ്പിൽ മകനായതുകൊണ്ട് ലഭിക്കുന്ന ഒരു ക്രെഡിറ്റ് ഉണ്ട്, അത് സ്വാഭാവികമാണ്. ഇപ്പോൾ അപ്പനെ നമ്മൾ അമ്മേനെ നമ്മൾ എന്ത് പറഞ്ഞാലും അമ്മ അവസാനം ചോറ് വിളമ്പി നമുക്ക് തരും. അത് അമ്മയുടെ ഗതികേടെന്നല്ല, അത് അമ്മയുടെ സ്നേഹമാണ്. പക്ഷെ അമ്മ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം ഉണ്ടല്ലോ നമ്മളിൽ നിന്ന്. അമ്മ നമ്മളോടൊപ്പം കൊടുക്കാനുള്ള ഉത്തരവാദിത്വവും ബഹുമാനവും ആദരവും ഒക്കെ കൊടുക്കുമ്പം അമ്മയ്ക്ക് ലഭിക്കുന്നൊരു സന്തോഷമുണ്ട്. ഇപ്പോൾ ദൈവത്തിന് മുൻപിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ ദൈവത്തിന് മക്കളിൽ നിന്ന് ലഭിക്കുന്ന ഒരു 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 കടമയായിട്ട് മേടിച്ചെടുക്കുന്നതല്ലാതെ ദൈവത്തിനോട് ചേർന്ന് വളരാനായിട്ട് ശ്രമിക്കുന്നവരെ ദൈവം സെലക്ട് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉടമ്പടി സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പം, അത് ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളാണെങ്കിലും പരിശോധിക്കുമ്പം അത് ഓരോരുത്തർക്കും ഓരോ കണക്കിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു പരമ്പരാഗതമായിട്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ അടിസ്ഥാനപരമായിട്ടൊരു വിശ്വാസ ജീവിതമുള്ള ഒരാൾ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പം അവർ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് കൂടുതൽ വെക്കേണ്ടി വരും. ഇപ്പോൾ ഇതുവരെ പള്ളിയില്ല, പട്ടക്കാരും ഇല്ല, ബൈബിളും ഇല്ല, നന്മയില്ല, ഒന്നുമില്ലാത്ത ഒരാൾ ഉടമ്പടി വരുമ്പോൾ അവർ ചെയ്യുന്ന ചെറിയ പ്രവർത്തനം അവർക്കൊരു ക്രെഡിറ്റ് നേടിക്കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അതാണ് സാക്ഷ്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയോടെ പരിശോധിക്കുമ്പം നിങ്ങൾക്ക് കാര്യം വ്യക്തമാവും. അപ്പോൾ ഒരു ക്രെഡിറ്റും ഇല്ലാതെ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് ഉടമ്പടിയിൽ വരുമ്പം നമുക്ക് ആസ്തി ഉണ്ടാവുകയാണ്. ആദ്യം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു, പരസ്പരം അനുരഞ്ജനപ്പെടാൻ തുടങ്ങുന്നു, ക്ഷമിക്കാൻ തുടങ്ങുന്നു,
മറ്റുള്ളവരോട് ഇടപഴകാൻ തുടങ്ങണു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങണു. അപ്പോൾ ദൈവം തന്നെ നമ്മളിങ്ങനെ മുകളിൽ നിന്ന് എൻ്റെ സിംഹാസനം സ്വർഗത്തിലും എൻ്റെ പാദപീഠം ഭൂമിയാണെന്ന് പറയണ്ടല്ലോ. ദൈവം തന്നെ നമ്മളിങ്ങനെ നോക്കുകയാണല്ലോ. ഇപ്പം നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മൾ കുഞ്ഞി പിള്ളേരെ നടക്കാൻ വിട്ടിട്ട് ഇങ്ങനെ നോക്കുമല്ലോ, വീഴുന്നുണ്ടാ, അയ്യോ എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നുണ്ടാ, കഴിക്കരുതരാ എന്നൊക്കെ പറയണത് പോലെ ദൈവം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ വിധവയുടെ കാണിക്കയൊക്കെ കർത്താവ് എടുത്ത് കാട്ടി എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ദൈവം ഇങ്ങനെ നമ്മളെ ക്ലോസ് വാച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട്. ദൈവഹിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് 1-2 പ്രാവശ്യം അതൊരു ശീലമായിട്ട് മാറുമ്പോൾ ദൈവം ഇവിടെ കമ്പൽ ചെയ്യപ്പെടും. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് ദൈവം തിരഞ്ഞെടുത്ത ഒരു നാട്ടിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പം മേഘസ്തംഭമായിട്ടും അഗ്നിസ്തംഭമായിട്ടും ദൈവം അവിടെ കൂടെ വരും. അപ്പോൾ നമ്മൾ പറയുന്ന കണക്ക് ഫ്രണ്ടിലെ രാജാവായിട്ട് തന്നെ കുതിരപ്പുറത്ത് കയറി വരണമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ ഇസ്രായേൽക്കാർക്ക്. ദൈവം ഒരു ഉറപ്പുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇപ്പം നിങ്ങൾ പറയുന്ന കണക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് മുമ്പിൽ വന്ന് നിന്ന് പാസ്സാക്കി തരണം, അങ്ങനല്ല. ദൈവം ഒരു കമ്മ്യൂണിക്കേഷനായിട്ടൊരു മാധ്യമം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കും, ചിലപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ജപമാല ഭക്തിയായിരിക്കും. പക്ഷെ ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പ് പറയാനായിട്ടൊരു അടയാളം ദൈവം നമുക്ക് നൽകുമെന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഉടമ്പടിയിൽ സംഭവിക്കുന്നത് ഇതുപോലെ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ ഈ സാക്ഷികൾ പരിശോധിച്ച് ശ്രദ്ധിച്ചാൽ മതി. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുള്ള പ്രാർത്ഥനയുടെ സമയത്തിനെ കുറിച്ച് പറയും. ഇപ്പോൾ 8 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാഞ്ഞ ഒരാൾ ഇവിടെ സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ 8 വർഷം കുഞ്ഞുങ്ങളുണ്ടാവും, ഇപ്പോൾ ഉണ്ടാവും, നാളെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അവസാനം ഡോക്ടറിൻ്റെ ചെല്ലും പറയും കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലെന്ന്. അപ്പോൾ IVF ആണ് മാർഗം എന്നാണ് പറയാം. അപ്പം അവർ പറയും, അവർ ഇന്ന് ധന്യ എന്നാണ് പേര്, ഇന്ന് ആ സാക്ഷ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ഇവരിങ്ങനെ എല്ലായിടത്തും പോയല്ല. അപ്പോൾ ആരോ പറയും ഇവിടെ വന്ന കുഞ്ഞുങ്ങളെ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇവർ തീരുമാനിക്കുക IVF ചെയ്തിട്ടൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് വേണ്ട, ദൈവം തരുമെങ്കിൽ മതി. ദൈവം തന്നില്ല, ഞങ്ങൾ പരസ്പരം സ്നേഹിച്ച് അവസാനം വരെയും ജീവിക്കാം. എന്നിട്ട് ഇവർ ലീവ് എടുത്ത് ആരോ പറഞ്ഞൊരു വെളിച്ചത്തിൽ ഇവിടെ വരുന്നു, ഉടമ്പടി എടുക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. രണ്ടുപേരും കൂടെ കൈകൾ കോർത്ത് പിടിച്ച് എല്ലാ ദിവസവും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ദൈവം വ്യക്തമായിട്ടൊരു ഉത്തരം നൽകുന്നു. ഹന്ന എന്ന് പറയുന്ന ഒരു 4-5 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞുമായിട്ട് ഇന്നലെ സാക്ഷ്യം പറയുന്നത്. ഇന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കുമ്പോൾ ഇന്ന് വൈകുന്നേരം എപ്പോഴോ അത് അപ്ലോഡായിട്ടുണ്ട്. അപ്പോൾ ഈ ദൈവത്തിന് മുൻപിൽ അവർ ഓൾറെഡി പ്രാർത്ഥനയുള്ളവരാണ്, വിശ്വാസമുള്ളവരാണ്. പക്ഷേ അതിൻ്റെ പ്രയോറിറ്റിയിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. എല്ലാ സാധ്യതകളും അടഞ്ഞതിന് ശേഷമാണ് ഇനി ദൈവത്തിന് മുമ്പ് മുട്ടുകടക്കാമെന്ന ഒരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണത്. അതെപ്പോഴും അങ്ങനെയാണല്ലോ. വീട്ടുകാരുടെ പ്ലാനും കഴിഞ്ഞ് എൻ്റെ പ്ലാനും പൊളിഞ്ഞ് അവസാനം ദൈവം ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നത് അതൊരു നന്മയുടെ ഒരു പാതയല്ലല്ലോ. ദൈവത്തിനോട് ചോദിച്ചിട്ട് ചെയ്യുമ്പോൾ പാളുന്ന പോലെ അല്ലല്ലോ എല്ലാ പ്ലാനും തകർന്നു കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യം ഇന്ന് നിങ്ങൾ യൂട്യൂബിൽ കയറുമ്പോൾ ധന്യ എന്നാണെന്ന് പറഞ്ഞു. ആ പെൺകുട്ടി ഭാര്യയും ഭർത്താവുമായിട്ട് അവർ കുവൈറ്റ് സെറ്റിൽഡ് എന്നുമാണ്. അപ്പോൾ ഈ ദൈവത്തിന് മുൻപിൽ അവർ ചെയ്യുന്ന എക്സ്ട്രാ കാര്യങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. ഉടമ്പടിയിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലാതെ അവരൊരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു കുടുംബം മുഴുവൻ ഇങ്ങനെ മുട്ടുകുത്തി കണ്ണീരൊഴുക്കി ഈ തിരുഹൃദയ രൂപത്തിന് മുമ്പിൽ, മാതാവിൻ്റെ രൂപത്തിന് മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ പിന്നെ ഏത് ദൈവമാണ് സാന്നിധ്യം കൊടുക്കാതിരിക്കുന്നത്? അതൊരു ഭയങ്കര ശക്തിയാണ്. ഇവിടെ ഈ കുടുംബങ്ങൾ സാക്ഷ്യം പറയുന്ന സാക്ഷ്യങ്ങൾ മാത്രം നിങ്ങളൊന്ന് സ്ക്രോൾ ചെയ്തിട്ട് നോക്കിയാൽ മതി. കുറേ പേര് നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതിൽ കുഞ്ഞുങ്ങൾ ലഭിച്ച സാക്ഷ്യങ്ങൾ മാത്രം നോക്കിയാൽ. എൻ്റെ കുഞ്ഞിനെ ഏറ്റവും 3ാമത്തെ കുഞ്ഞ് ജനിച്ചപ്പോൾ 2 പിള്ളേരെ മുട്ടയെ നിർത്തി എല്ലാവരും കൂടെ ആ ചേച്ചിയുടെ വയറിൽ കൈവരിച്ച് കണ്ണീരോടെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ച് എൻ്റെ കുഞ്ഞിനെ കിട്ടണേന്ന്. ഇങ്ങനെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കും. ഇനി കുഞ്ഞിനെ നൽകിയില്ലെങ്കിലും ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരം നൽകും. അതാ പറഞ്ഞത്. അപ്പോൾ അവർ ഈ കണ്ണീരൊഴുക്കിയ പ്രാർത്ഥന മാത്രമല്ല, ആ പ്രാർത്ഥനയോടൊപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. നമ്മൾ കണ്ണീരൊഴുക്കി കുറേ പ്രാർത്ഥിച്ചിട്ട് മാത്രം ഒരു കാര്യമില്ല. അത് ഗതികിടുമ്പം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും. ഒരവസരം വരുമ്പോൾ നമ്മൾ എവിടെ പോകാനാ? പത്രോസ് ചോദിച്ചോണൊക്കെ, കർത്താവ് ഞങ്ങൾ എവിടെ പോകാനാ? നിൻ്റെ അടുക്കലല്ലോ. ഒരു ദിവസം എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിലാവും ദൈവം മാത്രം ഉള്ളതെന്ന്. അതപ്പോൾ നമ്മൾ കണ്ണീരൊഴുക്കും, പ്രാർത്ഥിക്കും. അതൊരു ഗതികെട്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയിലേക്ക് എത്തിച്ചേരുന്നതിന് മുൻപ് അതാണ് കർത്താവ് വചനത്തിൽ പറയാനുണ്ടല്ലോ, യുവാവേ നീ നിൻ്റെ യൗവനത്തിൽ സൃഷ്ടാവിനെ സ്മരിക്കാൻ പറയും. ആസ് ഏർലി ആസ് പോസിബിൾ ദൈവത്തെ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നമ്മുടെ സമയം നമുക്ക് സേവ് ചെയ്ത് കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 19-60 വയസ്സ് കഴിയട്ടെ, 70 വയസ്സ് കഴിയുമ്പോൾ കൊന്തയൊക്കെ പിടിച്ച് തുടങ്ങാമെന്ന് പറഞ്ഞാൽ ഒരുപാട് ലേറ്റായി പോകും. പക്ഷേ ആ സമയം നമുക്ക് കിട്ടുമെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ, നമുക്കറിയത്തില്ലല്ലോ 60-ഉം 50-ഉം ഒക്കെ പോവാന്ന്. അപ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ബോധ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ മാതാവിനെ നമ്മൾ വിലയിരുത്തും. മാതാവിന് ദൈവത്തിന് മുമ്പിൽ കുറേ പ്രാർത്ഥിച്ച് കൂട്ടിയതിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഉള്ളത്. കർത്താവ് അങ്ങനെ പ്രാർത്ഥിച്ച് കൂട്ടിയതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ആരെയും വിധിക്കുന്നതായിട്ട് നമ്മൾ പറയണില്ലല്ലോ.
അതായത് എന്ത് നമ്മൾ സുവിശേഷം എല്ലാം നോക്കുമ്പോഴേക്കും അവർ ചെയ്ത കാര്യങ്ങൾ വെച്ചാൽ കർത്താവ് ഒരാൾ ജഡ്ജ് ചെയ്യണത്. വിധവ അവിടെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് പറഞ്ഞില്ലല്ലോ, വിധവയെ നോക്കൂ അവൾ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാനല്ലല്ലോ പറഞ്ഞത്, അവൾ ചെയ്തത് എന്താണ് നോക്ക്. അതിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ്? ഫരിസേയർ എല്ലാം ചെയ്യണുണ്ട്, അവരൊരു ചെറുവിരൽ പോലും മറ്റുള്ളവരെ സഹായിക്കണില്ല, അവർ വെള്ളം അടിച്ച് കുഴിമാടങ്ങളാന്ന് പറഞ്ഞ് വിമർശിക്കുക. അവരാവശ്യത്തിലുള്ള പ്രാർത്ഥിക്കണമല്ലോ, തെരുവീതികളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, തൊങ്ങലൂട്ടി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വിമർശനമൊക്കെ ഭയങ്കര ശക്തമാണ്. സത്യം പറഞ്ഞാൽ കർത്താവിന് വിമർശനം കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കർത്താവിന് എന്തുകൊണ്ടാണ് കുരിശിൽ തറച്ചതെന്ന്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട്, നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. അന്നത്തെ അധികാര വൃന്ദങ്ങളെ നോക്കി ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു ചെറുപ്പക്കാരൻ അത് ഇത്രയും സപ്പോർട്ടോടുകൂടി പറയുമ്പം അവനെ അടിച്ച് കുരിശ് കയറ്റിയില്ലെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്രിറ്റിസിസം അന്നത്തെ പൊളിറ്റിക്കൽ ഒരു ഇതിന് മേളിൽ വെച്ച് പറയാനായിട്ടുള്ള ധൈര്യമായിട്ട് കർത്താവ് പറയാനുണ്ട്. അപ്പോൾ കർത്താവ് വിധിക്കണത് മുഴുവൻ, വിമർശിക്കണത് മുഴുവൻ. സമരിക്കാരൻ്റെ ഉപമ എന്താണ്? പുരോഹിതൻ പോയി മൈൻഡില്ല. എന്താണ് പറയുന്നത്? പുരോഹിതൻ എന്തിനൊക്കെ കുർബാനയ്ക്ക് പോയതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് പോയി മൈൻഡില്ല. വിമർശനം എന്താണ് അവിടെയും പിന്നെയും പറയണത്? നിങ്ങൾ ചെയ്യണില്ലല്ലോ, ചെയ്തില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലെന്നുള്ള. അപ്പോൾ ഈ ഒരു കാര്യത്തെയാണ് ഉടമ്പടി അഡ്രസ്സ് ചെയ്യണത്. ഉടമ്പടിയിലെ ആളുകൾ 20% പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് പോകുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, അപ്പുറത്തെ വീട്ടിൽ ഇറങ്ങണു, അപ്പുറത്തെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണു. ഇതെല്ലാം ചെയ്തിട്ട് ദൈവത്തിന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, അതൊരു ഒന്നൊന്നര നിപ്പാണ്. ആ നിപ്പിന് ഒരു ശക്തിയുണ്ട്. ആ നിപ്പിൻ്റെ കൂട്ടത്തിൽ ദൈവം നമുക്കൊരു അനുഭവം തരും. ചുരുക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരും വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്ന് കളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെന്ത് പറയും? പഠിക്കടാന്ന് പറയും, സ്വാഭാവികമായിട്ട് അങ്ങനെ പറയും. ഇനി ആ കുഞ്ഞു വന്ന് ചോദിക്കുകയാണ്, ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അമ്മേനെ ചാക്കിടാനായിട്ട് ചെയ്യുന്ന ഏറ്റവും വലിയ വർഗ്ഗം, അമ്മ ആഗ്രഹിക്കുന്ന 2-3 കാര്യം ചെയ്തിട്ട് ഫ്രണ്ടിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം നടക്കും. ഇപ്പോൾ ഉദാഹരണം, ഇപ്പം നമ്മുടെ വീട്ടിൽ നടന്ന സംഭവം, വീട്ടിൽ അലക്കി വിരിച്ചിട്ടിരിക്കുന്ന തുണി എടുത്തിടുക, അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ അവിടെ വാഷ് ബേസിനിൽ എന്തെങ്കിലും അഴുക്കായിട്ടുള്ള പാത്രം ഉണ്ടെങ്കിൽ അത് കഴുകുക. മൂന്നാമത് സെറ്റിയിലുള്ള തുണി വൃത്തിയാക്കിയിടുക. ഇത് 3 ചെയ്തിട്ടാണ് അമ്മയുടെ മുമ്പിൽ പോകുന്നതെങ്കിൽ അമ്മച്ചി പറയും, കളിക്കാൻ പോകണം അല്ലേ. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇവനെ വെറുതെ വന്നിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് കളിക്കാൻ പോകുമെന്ന് പറയാമല്ലല്ലോ, ഇത്രയും ചെയ്തിട്ട് വന്നിട്ട് ഇവനോട് എന്ത് ഇതൊരു ഹ്യൂമൻ ലോജിക്കാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ഡിവൈൻ ലോജിക്ക് ഉണ്ട് ഇതിൽ. അപ്പോൾ ദൈവം ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ. അതായത് നമ്മൾ ദൈവം ഇടപെടുമെന്നും പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ സഹായിച്ച് സ്വന്തം പ്ലേറ്റ് പോലും കഴുകാത്തവൻ അപ്പുറത്തെ വീട്ടിൽ ബാത്റൂമും കൂടെ കഴുകി ദൈവത്തിന് മുമ്പ് നിൽക്കുക, ദൈവമേ നീ പറഞ്ഞിട്ട് നീ ഇടപെടുമെന്ന് പറഞ്ഞ് ഞാൻ നാട്ടുകാർക്ക് മുഴുവൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഇന്ന് ആ പാവം ഒരു ചേച്ചിയുടെ സാക്ഷ്യം കിട്ടും. എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ പോയതാണ്, ഒരു പാവം കുടുംബത്തിൽ. സത്യം പറഞ്ഞാൽ ഈ ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിയാണ് കൂടുതൽ സാക്ഷ്യത്തിൽ ഒരാൾ. എൻ്റെ കൊച്ചിൻ്റെ ഫീസ് അടയ്ക്കാൻ പോയപ്പോൾ അവിടെ ഒരു കൊച്ച് കരയണമെന്ന്. അപ്പോൾ ആ ചേച്ചി ഉടനെ ആ കൊച്ചിൻ്റെ ഫീസ് അടച്ചിട്ട് ഈ ചെറുക്കൻ്റെ ഫീസ് അടയ്ക്കാതെ വീട്ടിൽ പോയതാണ്. അപ്പോൾ ഇത് ചെയ്യണത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ചെയ്യണമെന്താ? എനിക്കറിയാം ഞാനിത് ചെയ്യുമ്പോൾ ദൈവം എനിക്ക് എന്തെങ്കിലുമായിട്ട് എൻ്റെ നിയോഗത്തിൽ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രഷർ ദൈവത്തിന് ഉടമ്പടിയിലൂടെ കിട്ടണുണ്ട്. കർത്താവാണെ പറയുകയും ചെയ്ത് എൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ ചോദിക്കുന്ന എന്തുകൊണ്ടും തരാമെന്ന്. അതുകൊണ്ട് ഇനി കളിക്കാൻ വിട്ടില്ലേലും ഇപ്പം അമ്മ എന്ന് പറഞ്ഞ് ഇപ്പം വെറുതെ എന്നിട്ട് ഇപ്പം അമ്മ അരമണിക്കൂർ ഞാൻ പഠിച്ചു കേട്ടാ, ഞാൻ ആ തുണിയൊക്കെ എടുത്ത് ഇട്ടായിരുന്നു. പിന്നെ വാഷ് ബേസിൽ കിടന്ന് 3 അത് ഞാൻ കഴുകിയിട്ട് പിന്നെ അവിടുത്തെ സോഫയിലെ തുണി ഞാൻ റെഡിയാക്കി. ഇനി ഞാൻ കളിക്കാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പം അമ്മച്ചി അപ്പം എന്തു പറയും? അമ്മച്ചി അപ്പം അപ്പോടെ പറയും, കളിക്കാൻ പോകണം അല്ലേ. അപ്പോൾ കാരണം കളിക്കാൻ വിടുമെന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അമ്മ പറഞ്ഞിട്ടുണ്ട് കളിക്കാൻ എപ്പോഴും വിടാം. അപ്പോൾ ഇങ്ങനൊരു പ്രഷറിലേക്ക് വരും. അപ്പോൾ അമ്മ ഒന്നും തന്നില്ലെങ്കിൽ എന്ത് പറയും? ആ അടുക്കളപ്പുറത്ത് ഈ ഒരു ചോറ്റുപാത്രത്തിനകത്ത് 2 ലഡ്ഡു ഇരിപ്പുണ്ട്, അതെങ്കിലും എടുത്ത് കഴിക്കാൻ പറയും. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും ആ ചെയ്ത ഒരു പോസിറ്റീവ് ആക്റ്റിനെ ദൈവം റെക്കഗ്നൈസ് ചെയ്യും. ഇത് ഉടമ്പടിയിൽ ഇങ്ങനെ ലാവിഷായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ആവശ്യം, ഉടമ്പടിയിൽ നമുക്ക് ആവശ്യം ഈ ദൈവത്തിന് മുൻപിൽ ദൈവത്തിന് വേണ്ടി ഞാൻ റെഡിയാണ് എന്ന് മാമുദീസയിലും കുർബാനയിലും സ്ഥൈര്യലേപനത്തിലും തിരുപ്പട്ടത്തിലും പറച്ചിലൊന്നും കൊണ്ട് ഒരിക്കലും ദൈവത്തെ കറക്കാനായിട്ട് പറ്റത്തില്ല. അത് വേറെ, ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത് വേറെ. അപ്പം ഇങ്ങനെ ഇറങ്ങിത്തിരിക്കാനായിട്ട് നമ്മൾ 4 പേരെന്നെ തെറി പറഞ്ഞാലും ഞാൻ എൻ്റെ ഈശോനെക്കുറിച്ച് ഞാൻ അവരുടെയൊക്കെ പറയും എന്ന് പറഞ്ഞ് ഇങ്ങനെ ചങ്കൂറ്റത്തോടെ ഇറങ്ങി അവരുടെ മുമ്പിലോട്ട് ഇങ്ങനെ നിൽക്കാൻ ഒരാൾക്ക് പറ്റുമ്പം ദൈവത്തിന് മനസ്സിലാവും, എടാ ഇവൻ തല്ലുള്ളൂ എന്നറിഞ്ഞിട്ടും അവർക്ക് വിശ്വാസമില്ലെന്ന് അറിഞ്ഞിട്ടും അവർക്ക് ഈ ഉടമ്പടിയിലും മാതാവിനെ പോലും ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും അവൻ അവരുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ പ്രസംഗിക്കണുണ്ടല്ലോ, ഇവനെ ഞാൻ എങ്ങനെയാണ് ആ ഒരു സ്റ്റാറ്റസ്, ആ ഒരു പവറിലേക്ക് ഒരു വ്യക്തി വരുമ്പം അവിടെ ദൈവം ആത്മാവിനെ നൽകി ശക്തിപ്പെടുത്തും. പത്രോസ് പേടിച്ചരണ്ടുന്ന പത്രോസാണ് ഈ ജനമധ്യത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾ കുരിശി തറച്ചു കൊന്ന കർത്താവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരാളുടെ മുമ്പിൽ പോയി
ഈശോനെക്കുറിച്ച് പറയണമെങ്കിൽ ഒരു ആംബിയർ വേണം. പള്ളിയിൽ പ്രസംഗിക്കാനും ഈശോനെക്കുറിച്ച് അറിയാമെന്നൊക്കെ പറയുന്നില്ല. ഈ ഒരു കാര്യം ദൈവം സത്യമാണെന്ന് അനുഭവത്തിൽ നെഞ്ചത്തടിച്ച് പറയണമെങ്കിൽ അനുഭവം വേണം. അതിൽ കാറ്റഗിസം കൊണ്ടോ വീട്ടിൽ അപ്പച്ചനും അമ്മയും പറഞ്ഞു തരുന്ന കഥകളോ കൊണ്ടോ ഒന്നും നമുക്ക് കർത്താവിനോട് ഇറങ്ങിത്തിരിക്കാൻ പറ്റത്തില്ല. ഇറങ്ങിത്തിരിച്ച് നോക്കണം. അപ്പോൾ ദൈവം കൂടെ നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. എൻ്റെ സ്നേഹമുള്ളവരെ, ഉടമ്പടി ഈ ദൈവത്തിനു മുമ്പിൽ ആസ്തി ഉണ്ടാക്കുന്നൊരു പ്രവർത്തനമാണ്. ദൈവത്തിനു മുമ്പിൽ ആസ്തിയിൽ ഏറ്റവും ബേസിക് കൂദാശ ജീവിതം. ക്രിസ്ത്യ വിശ്വാസത്തിലുള്ളവർക്ക് കൂദാശ ജീവിതം ആദ്യം ക്രമപ്പെടുത്തുക, 2 കൽപ്പനകൾ പാലിക്കുക, റെഗുലർ കൺഫെഷൻ. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ റെഗുലറൈസ്, ഇതുവരെ ചെയ്യാത്തവർ ഇത് റെഗുലറൈസ് ചെയ്യുമ്പോൾ തന്നെ ചെറിയ സാന്നിധ്യം ഉണ്ടായി തുടങ്ങും. അതാണ് ചെറുപ്പക്കാരുടെ സാക്ഷ്യത്തിൽ പറയണത്. ഇത് ഓൾറെഡി ഉള്ളവർക്ക് ഇനിയും കൂടുതൽ ചെയ്യേണ്ടിയിരിക്കും. പക്ഷേ ചെറുതായിട്ട് ചെയ്യുമ്പോൾ തന്നെ ഷെൽഫിലുള്ള ബൈബിൾ എടുത്ത് തുറക്കുമ്പോൾ തന്നെ അവന് കിട്ടും നീ അനുഗ്രഹിക്കപ്പെടുമെന്ന്. അപ്പോൾ ഇങ്ങനെ ദൈവം സംസാരിച്ചു തുടങ്ങും. അപ്പോൾ അവന് മനസ്സിലാകും ഇതിലൊക്കെ എന്തൊക്കെയോ സത്യമുണ്ട്, ഇതൊന്നും ഉടായിപ്പല്ല തട്ടിപ്പല്ലെന്ന് മനസ്സിലാവും. അത് അവൻ സ്വന്തമായിട്ട് മനസ്സിലാക്കുന്നത് വരെ ആര് പറഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. അപ്പോൾ എൻ്റെ സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്യുന്നതനായ ദൈവത്തിന് വേണ്ടി ഇത്രയും ചെയ്ത അമ്മയെ പരിശുദ്ധനായ ദൈവം സ്വർഗത്തിലേക്ക് എടുത്തില്ലെങ്കിലല്ലോ അത്ഭുതം. ഏലിയ സ്വർഗത്തിലേക്ക് പോകുന്നു, കർത്താവ് സ്വർഗത്തിലേക്ക് പോകുന്നു ഒക്കെ പറയുമ്പോൾ അമ്മയെ അത്രത്തോളം സ്വർഗത്തിലൊരു സ്ഥാനം അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അതിലൊരു സംശയത്തിൻ്റെയും കാര്യമില്ല. കാരണം ദൈവത്തിന് മുൻപിൽ പരിശുദ്ധ അമ്മയ്ക്ക് അത്രയും ശക്തിയും ആസ്തിയും വേറെ ആർക്കുമില്ല. ചുരുക്കുമ്പോൾ പറയുകയാണ്, ഇവിടെ വന്ന് ഒരുപാട് പേര് പ്രാർത്ഥിക്കുമ്പം എല്ലാവർക്കും അനുഭവം ഉണ്ടാകുന്നു. എല്ലാ ദിവസവും സുഹൃത്തുക്കൾ വരുമ്പോഴും അവർ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുമ്പോൾ പ്രേട ഇതിനകത്ത് കയറുമ്പോൾ സംഭവം കുറച്ച് 5, 6, 10, 12 സെൻറ്റേ ഉള്ളെങ്കിലും ഇറങ്ങിക്കഴിയുമ്പോൾ എന്തോ ഒരു ലിവിങ് പ്രസൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വലിയ ദേവാലയങ്ങളിൽ പോയിട്ടുണ്ട്, അവിടെ ഒന്നും ഇല്ലാത്ത എങ്ങനെയാണ് ആ ഒരു, കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്തിട്ടുള്ള ഹൃദയം കൊണ്ട് കണ്ണീരൊഴുക്കി മാതാവിനോട് പ്രാർത്ഥിച്ച കണ്ണീരെല്ലാം ഇവിടെ കിടപ്പുണ്ട്. അതിന് ദൈവം കൊടുത്ത ഉത്തരങ്ങളുടെ സാക്ഷ്യങ്ങളുടെ ശക്തി ഇവിടെ കിടപ്പുണ്ട്. വർഷങ്ങളോളം ഈ ഇടത്ത് ചൊല്ലിക്കുട്ടിയ ജപമാലയുടെ ശക്തി ഇവിടെ കിടപ്പുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിൽ ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു നിക്ഷേപം ഇവിടെ കിടപ്പുണ്ട്. ആ നിക്ഷേപത്തിൻ്റെ ഖനിയിലെ നമ്മളിങ്ങനെ ചൂടുള്ള അഗ്നിയിലേക്ക് നമ്മളിങ്ങനെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഒരു വാമപ്പടിക്കുന്നത് പോലെ, ഒരു ചൂടടിക്കുന്നത് പോലെ പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ശക്തി നമുക്ക് അനുഭവിച്ച് കിട്ടും. അതുകൊണ്ടാണ് ഈ വഴി വന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നവർ പോലും സാക്ഷ്യമായിട്ട് വരാനായിട്ട് കാരണം ഇടപെടുന്നത്. ഒരു സ്റ്റെപ്പ് എടുക്കണം. കർത്താവ് തന്നെ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞാലേ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നുള്ള പറയുന്നവരൊക്കെ നരകത്തിൽ പോട്ടെ എന്നാണ് കർത്താവ് പറയണത്. കർത്താവിൻ്റെ ടീച്ചിങ് അങ്ങനെയാണ്. കർത്താവ് നേരിട്ട് പറയണില്ലെങ്കിലും നരകാഗ്നിയിലേക്ക് നിങ്ങൾ എറിയപ്പെടുമെന്നാണ് പറയണത്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം മാറ്റുവാനും തിരുത്തുവാനുമുള്ള സാഹചര്യങ്ങളും ആവശ്യത്തിന് പറയുവാനുള്ള ലക്ഷ്യങ്ങളും എല്ലാം നമുക്ക് ഇങ്ങനെ നൽകുമ്പം അതിലേക്ക് മറുതലിക്കാൻ നമുക്ക് ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതാണ് കർത്താവിൻ്റെ കരുണ. കർത്താവ് നേരിട്ട് വന്നിട്ട് പോലും വിശ്വസിക്കാത്ത ഒരു ജനസമൂഹം ജീവിച്ചിരുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളും ദൈവത്തിനോട് ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാവരും വിശ്വസിച്ചിട്ട് ഞാനങ്ങ് വിശ്വസിക്കാമെന്ന് പറയുന്ന ലോജിക്ക് ഒരിക്കലും വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന് കർത്താവ് തന്നെ തെളിയിച്ചിട്ടുണ്ട്. എൻ്റെ സ്നേഹമുള്ളവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കണ്ണുകളടച്ചിട്ട് നമ്മൾ ദൈവത്തിനു മുമ്പിൽ ഈശോയുടെ നാമത്തിൽ ഞാൻ എന്താണ് ഇത്രയും നാൾ ചെയ്തതെന്നുള്ളത് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഈശോയുടെ നാമത്തിൽ ഞാൻ ഇത്രയും നാൾ എന്താ ചെയ്തത്? ഞാൻ അപ്പനായതുകൊണ്ട്, അമ്മയായതുകൊണ്ട്, മകനായതുകൊണ്ട്, മകളായതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അത് എല്ലാവരും ചെയ്യുന്നുണ്ട്. എല്ലാ മതത്തിലുള്ളവരും ചെയ്യുന്നുണ്ട്, ദൈവത്തെ വിശ്വസിക്കാത്തവരും ചെയ്യുന്നുണ്ട്, ദൈവത്തെ വിശ്വസിക്കുന്നവരും ചെയ്യുന്നുണ്ട്. അതിലെന്ത് മേന്മയാണ്? കർത്താവ് പറയുന്നുണ്ട് വിജാതീയരും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് മേന്മയുള്ളത്? വിശേഷ വിധിയാണ് നിങ്ങൾ എന്താ ചെയ്യണം? കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന, അത് എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായ തീരുമാനങ്ങളാണെങ്കിലും ദൈവത്തിനു മുൻപിൽ അതെല്ലാം ഒരു ആസ്തിയായിട്ട് മാറ്റുവാൻ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുവാൻ, പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോട് ചോദിച്ചിട്ട് നിനക്ക് അനുവാദം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുവാൻ. ഇനി നിനക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും സമയം കൊണ്ടും ഞങ്ങൾ അങ്ങയുടെ നാം മഹത്വപ്പെടുത്തും. ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങളൊരു വിരുന്ന് നടത്തുമ്പം നിങ്ങൾ വിളിക്കേണ്ടത് തിരികെ കിട്ടാത്തവരാണെന്ന് കർത്താവ് അതെല്ലാം ക്ലിയറായിട്ട് പഠിപ്പിച്ചിട്ടാണ് പോയത്. ഒന്നും പ്രതീക്ഷിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ, ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ എൻ്റെ പിതാവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളുടെ മേൽ നീ തൃക്കൺ പാർക്കണേ എന്നും എൻ്റെ ജീവിതത്തിൽ ദൈവം കൂടെ ഉണ്ടെന്നുള്ള ചെറിയൊരു അനുഭവം, അതൊരു പക്ഷേ ദൈവനിയോഗം പോലെ ഒരു മകനോ മകളോ അപ്പനോടോ അമ്മയോട് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ അപ്പ ഞാനിതെല്ലാം നിനക്ക് വേണ്ടി ചെയ്തു കേട്ടാ, ഇനി എനിക്ക് എൻ്റെ ജീവിതത്തിൽ നീ ഒന്ന് ഇടപെടുമെന്ന് ചോദിക്കുന്ന ശക്തിയോടെ, ഭക്തിയോടെ, പ്രാർത്ഥനയോടെ ദൈവത്തിനു മുമ്പ് വ്യാപരിക്കുവാൻ നമ്മളെടുത്ത് ഈ ഉടമ്പടിയിലെ കാര്യങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായിരിക്കുന്ന സർവേശ്വര കർത്താവേ, എളിയവരും നന്ദിയേറ്റ പാപികളുമായി ഞങ്ങൾ നിസ്സീമ പ്രതാപനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നെങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിന്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യം ഉണ്ടാകുന്നതിനെ അങ്ങേ തിരിക്കുമാറിനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യമുണ്ടായി വർത്തിക്കുന്നതിനെ അങ്ങേ തിരിക്കുമാറിനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ളവളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ സ്നേഹ പുണ്യമെന്ന വർത്തിക്കാനായിട്ട് അങ്ങേ തിരിക്കുമാറിനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. സന്തോഷകരമായ ദൈവരഹസ്യം. ഒന്നാം രഹസ്യം, പരിശുദ്ധ കന്യാമറിയം ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന് മംഗളവാർത്ത ഗബ്രിയേൽ മാലാഖ ദൈവകൽപ്പനയാൽ അറിയിച്ചുവെന്ന് ധ്യാനിക്കുക. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ജോയി ബെസിൽ കുമരകം വസ്തു വിൽക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശൈലമ്മ ജോയി, എൻ്റെ മകളുടെ കല്യാണം നടക്കുന്നതിനും മരിയയ്ക്ക് പുതിയ ജോലി ലഭിക്കുന്നതിനും വിശുദ്ധീകരണത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിലാഷ്, കുടുംബസ്ഥിതി, സാമ്പത്തിക വളർച്ച, സമാധാനം. പുഷ്പ, മാരാരിക്കുളം, സമ്പാദ്യ ബാധ്യത പൂർണ്ണമാകുന്നതിനും മകന് വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. രാജി, എറണാകുളം, ബഷാറിൻ്റെ പൈസ കിട്ടുന്നതിനും ബഷാറിന് ജാമ്യം കിട്ടാതിരിക്കുന്നതിനും കടബാധ്യത മാറുന്നതിനും. സജിമോൾ, തിരുവനന്തപുരം,
എനിക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സജീവിന് നല്ലൊരു വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്കു ശാരീരസുഖം കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മോണി കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൽ നിറയാൻ പരിശുദ്ധാത്മാവിൽ വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അശ്വതി ഇഴയാടം നേഴ്സിംഗ് പഠനം പൂർത്തിയാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയ വീട് ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരന് നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രിസ്റ്റീന ലൂസിയ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യത മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫ് ശാരീരിക അസുഖം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തലമുറകളോടും വിശുദ്ധിയോട് ജീവിക്കാൻ വേണ്ടി. നീതു എനിക്കൊരു വീട് ലഭിക്കുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീതുവിൻ്റെ യുക്കായിലുള്ള ഇൻ്റർവ്യൂ ഉടനെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോയി മകൻ്റെ മാനസിക ബുദ്ധിമുട്ട് മാറുവാനും പുകവലി മാറുവാനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ല കുമ്പസാരം നടത്തുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൈശാചികം മാറുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. രന്യ മകളുടെ കണ്ണിനു കാഴ്ച കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലിമ എനിക്ക് മെയ് 25 നല്ലൊരു ജോലി കിട്ടുന്നതിനും വിസ ശരിയാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. ലിസി മകളുടെ കടബാധ്യതകൾ മാറുന്നതിനും ആരോഗ്യം ലഭിക്കുന്നതിനും ദൈവവിശ്വാസം വർദ്ധിക്കാൻ. അമലാലാൽ ആലപ്പുഴ നല്ലൊരു സർക്കാർ ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഹോദരൻ്റെ പ്രശ്നങ്ങൾ മാറ്റി നല്ലൊരു ജോലി ലഭിക്കുന്നതിനും നല്ല ഒരു ഭവനം ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസ് പാല ബാങ്കിലെ ലോൺ പാസ്സാകുവാനും ഡോണി പോൾ വിശുദ്ധീകരണം ദൈവകൃപ ലഭിക്കാൻ നല്ലൊരു ജോലി ലഭിക്കാൻ. ഡെന്നി PJ വടുതല കടബാധ്യത മാറുന്നതിനും സ്വന്തമായൊരു ഭവനം മക്കളുടെ വിശ്വാസ വളർച്ചയ്ക്ക്. റോയി ജോഷി മിഥുലിനി പോയി നല്ല കോളേജിൽ പഠിക്കുവാൻ സാധ്യത കിട്ടണം. ഞങ്ങളുടെ കടബാധ്യത മാറണം. എൻ്റെ അമ്മയുടെ വേദനകൾ മാറ്റിത്തരണം. സ്നേഹയുടെ വയറുവേദനയും മാറ്റിത്തരണം. ജിൻസി ആൻഡോ മകൻ ജോസഫിന് മക്കൾ ഉണ്ടാകുന്നതിനും കുടുംബത്തിന് സമാധാനവും ആരോഗ്യവും ലഭിക്കുന്നതിനും മക്കൾക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും. അമ്പിളി അനിൽമോൾ കോട്ടയം എനിക്ക് നല്ലൊരു ജോലി ലഭിക്കുന്നതിനും അർദിയിൽ നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞ് ലഭിക്കുന്നതിനും എൻ്റെ വീട്ടിലൊരു ദൈവമക്കൾ ഉണ്ടാകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബീന ജോസി വടുതല എൻ്റെ മക്കൾക്ക് പുതിയ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുന്നതിനും മകളുടെ ദുഃഖം മാറുന്നതിനും ഉടമ്പടിയിലെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. നിർമ്മല കോട്ടയം എനിക്ക് എത്രയും പെട്ടെന്ന് മാമോദിസ മുഴുങ്ങുവാനുള്ള അനുഗ്രഹം ലഭിക്കണമെന്നും. നീതു ഐസക് ജോസഫ് കുടുംബസമാധാനം വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ജോലിക്കായി പ്രാർത്ഥിക്കുന്നു. ജൂണിലെ സ്വന്തമായി ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ടോണി ചെറിയാൻ ദുർശീലം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നതിന് വേണ്ടിയും ഉടമ്പടി കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷീബ സാബു ഉടമ്പടി കൃത്യമായി പാലിക്കുന്നതിന് വേണ്ടിയും എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടിയും വീട് പണി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഷുബു കുര്യൻ ചിക്കരക്കുഴി എനിക്ക് എൻ്റെ കുടുംബത്തിനുമെന്നും നല്ല ഉയർച്ചയിലുള്ള ശമ്പളവും വിദേശത്ത് ജോലി ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കും. ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് എലിശ ഗർഭിണിയായ വിവരം കേട്ടപ്പോൾ ആ പുണ്യവതിയെ ചെന്ന് കണ്ട് 3 മാസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തതിനെ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. മിനി, ആലുങ്കൽ, തൊടുപുഴ മക്കളിപ്പോൾ ഉള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുവാൻ, വായ്പ കൊടുത്ത പണം തിരികെ ലഭിക്കാൻ, സ്വന്തമായി ഭവനം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻറ്റോമിൻ ജർമ്മനിയിൽ പോകുന്നതിനുള്ള ലോൺ എത്രയും വേഗം കിട്ടുന്നതിനും പോകുന്നതിനുള്ള എല്ലാ തടസ്സങ്ങളും മാറുന്നതിനുമായി അമ്മ പ്രാർത്ഥിക്കണമേ. നിത്യ വിജേഷ് കൈതവളപ്പിൽ കുഞ്ഞിന് വേണ്ടിയും കടം തീരുന്നതിനും വേണ്ടിയും ഭർത്താവിൻ്റെ ആരോഗ്യവും ആയുസ്സും ലഭിക്കുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനിത മനോജ് അറയ്ക്കൽ നായരമ്പലം കുഞ്ഞിന് വേണ്ടി ചെവിയുടെ ഹോൾ ഓപ്പറേഷൻ കൂടാതെ അടഞ്ഞു പോകുന്നതിനും മേരിയുടെ ദീർഘായുസ്സിനും വേണ്ടി ജോസ് ആൻ്റണി പുത്തൻപുഴക വിവാഹ തടസ്സം മാറുന്നതിനും ചേട്ടൻ്റെ രോഗസൗഖ്യം ലഭിക്കുന്നതിനും റോസി തോമസ് മുത്തോലി കൊച്ചുമോൾക്ക് ജയിക്കുന്നതിനും രോഗസൗഖ്യം നൽകുന്നതിനും കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതിനും ദൈവവിശ്വാസം സ്നേഹവും കൂടുവാനും കുടുംബത്തിൽ ഐക്യമുണ്ടാകുവാനും പരിശുദ്ധമ്മയെ പ്രാർത്ഥിക്കണമേ. റോസമ്മ വർക്കി ഭർത്താവിനെ പൂർണ്ണ മാനസാന്തരവും ഭർത്താവും മോനും തമ്മിലുള്ള പിണക്കം മാറാനും മോൻ കുമ്പസാരിക്കാനും വിശ്വാസത്തിൽ വരണമെന്ന് അമ്മയെ പ്രാർത്ഥിക്കണമേ. ആൻറ്റോ ജോസഫ്
ആൻ്റണിയുടെ വിവാഹം നടക്കുവാൻ, കൊളസ്ട്രോൾ മറ്റും മാറുന്നതിനും സോളിയുടെ രോഗസൗഖ്യത്തിനും, വർഗീസ് മാത്യു കട്ടപ്പള്ളിയിൽ ധന്യയ്ക്ക് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ ജിതുവിൻ്റെ കല്യാണം നടക്കണം. തങ്കമ്മയുടെ നടുവേദന മാറണം. ടീന തോമസ് ആലപ്പുഴ, എൻ്റെ മോന് ജോലി ശരിയാകണം. ഞങ്ങളുടെ കടങ്ങൾ തീർത്തു തരണം. ദൈവവും മാതാവുമായ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. റീജി ലാൽ ചാവടിയിൽ ആലപ്പുഴ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മകൻ്റെ കല്യാണവും നടക്കണം. എൻ്റെ വലതുവശത്തെ മുഴ ബാധിച്ചിരിക്കുന്നു. അത് നീര് മാറ്റിത്തരാൻ ഈശോയോട് പ്രാർത്ഥിക്കണമേ. എല്ലാവിധ മാനസിക രോഗങ്ങളിൽ നിന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും സംരക്ഷിക്കണമേ. കുഞ്ഞമ്മ ജോസഫ് മാമൂട്ടിൽ ചങ്ങനാശ്ശേരി, എൻ്റെ ശ്വാസമുട്ടൽ മാറ്റി രോഗങ്ങൾ നിന്നും മാറ്റിത്തരണമേ. അമ്മ മാതാവേ മാറ്റിത്തരണമേ. എന്നും എൻ്റെ 2 മക്കളുടെയും കുടുംബത്തെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. എൽസമ്മ ജോണിയുടെയും കുടുംബത്തെയും അമ്മ മാതാവെ അനുഗ്രഹിക്കണമേ. സുവർണ കോട്ടയം, ജർമ്മനിയിൽ എക്സാം 2 മോഡൽ പാസ്സായി എത്രയും പെട്ടെന്ന് വിസയും ടിക്കറ്റും കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ പൂർണ്ണമായി മാറുന്നതിന് ശ്രുതി, മധു, സുധാകരൻ, സൂര്യ ആരോഗ്യ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകാതെ ഇരിക്കണം. ജാൻസി AP പറയകാട്ടിൽ അഗ്നിക്ക് ജോലി ലഭിക്കുന്നതിനും കുഞ്ഞുങ്ങളെ സൗഭാഗ്യം നൽകുന്നതിനും ദീർഘായുസിനും വേണ്ടി ആമോസിനും ജോലി നൽകി നല്ല വിവാഹ ജീവിതവും പങ്കാളിയുടെ അടുത്ത് ഒരു വീട് കിട്ടുന്നതിനും സീന ജോസഫ് തട്ടൂൽ കാട്ടമംഗലം റിവാൽവേഷൻ വയ്ക്കുന്ന 3 വിഷയത്തിനും A+ കിട്ടുന്നതിന് വേണ്ടി ഭവനം ലഭിക്കുവാൻ, കുടുംബത്തിൽ കടബാധ്യതകൾ മാറിക്കിട്ടുവാൻ വേണ്ടി ഫ്രാൻസിസ് PT പുത്തൻ ചാക്കാലയ്ക്കൽ അരൂർ നട്ടെല്ലിൻ്റെ വളവ് മാറ്റി നേരെയാകുവാൻ, ജോലിയെടുക്കുവാനുള്ള ആരോഗ്യം ആയുസ്സും നൽകി അനുഗ്രഹിക്കണമേ. മദ്യപാനവും പുകവലിയും മാറണമേ. ജാക്സൺ മാത്യു USA മകളുടെ ഡിഗ്രി പൂർത്തിയാകുവാൻ, സെപ്റ്റംബർ 4-ാം തീയതി നടക്കുന്ന ബോർഡ് എക്സാം പാസ്സായി ജോലി ലഭിക്കുവാൻ. ഗീത ഗോപൻ ആലപ്പുഴ, ഭവനത്തിൻ്റെ പണി തടസ്സം മാറി എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാകുവാൻ. മൂത്ത മകൻ ആദ്യം ഇൻ്റർനാഷണൽ പാസ്സാകുവാൻ, ഇളയ മകൻ പഠിച്ച് നല്ല ജോലിയിലെത്തുവാൻ വേണ്ടി അമ്മ മാതാവെ പ്രാർത്ഥിക്കണമേ. സെബിൻ എബ്രാഹാം കൊല്ലൻ കിഴക്കേത്തിൽ ചാരമംഗലം, മകൻ മെയ് 31-ാം തീയതി മുൻപായി ജോലി തടസ്സം മാറുന്നതിനും ജോലി ലഭിക്കുവാനും അനുഗ്രഹിക്കണമേ. സുഖപ്രസവം നൽകി നല്ലൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. ആശയുടെ കുടുംബവും ദൈവാനുഗ്രഹമുള്ള കുടുംബമായി ആക്കി മാറ്റണമേ. സിവി ഹൈജു ലണ്ടൻ, അഭിഷേകിൻ്റെ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കണമേ. ആകാശിൻ്റെ ഓട്ടിസം പൂർണ്ണമായി വിടുതൽ നൽകി നല്ലൊരു ഭാവി ജീവിതം നൽകണമേ. സുഹയുടെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ മാറണേ, പൂർണ്ണാരോഗ്യം നൽകണമേ. കാനഡയിലേക്ക് പോകാനുള്ള അനുഗ്രഹം നൽകണമേ. വിൽസൺ ജോബ് ചാലക്കുടി, എൻ്റെ മകൾ ജർമ്മനിയിൽ സ്ഥിരം ജോലി കിട്ടുന്നതിന്, എൻ്റെ കടബാധ്യത മാറുന്നതിന്, എൻ്റെ മകൻ ദൈവസ്നേഹത്തിൽ വളരുന്നതിന്. ഷിൽട്ടൺ നികർത്തിയിൽ പൊള്ളേത്തൈ ജോലി ലഭിക്കുന്നതിന്, സാമ്പത്തിക മുന്നേറ്റത്തിനും നല്ലൊരു ജീവിതം ലഭിക്കുന്നതിനും. ബീന പള്ളി തെക്കേത്തയിൽ KST പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുന്നതിനും, മകളുടെ ഇനിയുള്ള പഠനത്തിൽ നല്ല വിജയം നൽകുന്നതിനും, കുടുംബത്തിലുള്ളവരുടെ ശാരീരികമായ അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി പരിശുദ്ധമ്മേ പ്രാർത്ഥിക്കണമേ.
അഭിജിത്ത് ഉണ്ണഞ്ചേരി മണ്ണഞ്ചേരി. അമ്മേ മാതാവേ, ഞങ്ങളുടെ കുടുംബത്തിൽ വരുവാൻ വിസ തടസ്സം മാറുവാനും ഭവനം പണി തടസ്സം കൂടാതെ പൂർത്തിയാകുവാനും ലാലി ദിലീപ് നികർത്തിൽ തറവയിട് ചെറുപൊഴി ഭർത്താവിൻ്റെ ക്യാൻസർ മാറുന്നതിനും ഭർത്താവിൻ്റെ കൂടെ ICUവിൽ കിടക്കുന്ന രോഗികൾക്ക് രോഗശാന്തി നൽകണമേ. എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മേരി അഗസ്റ്റിൻ UAE. പിതാക്കന്മാരെ സഹോദരന്മാരും തമ്മിൽ മാതാവിൻ്റെ കാപ്പയ്ക്കുള്ളിൽ സംരക്ഷിക്കണമേ. കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ എല്ലാവർക്കും ശാന്തി ലഭിക്കുവാൻ ജൂണിലെ OET പരീക്ഷ വിജയകരമാക്കുവാൻ എത്രയും പെട്ടെന്ന് സാക്ഷ്യം പറയുവാനും റെജി വട്ടാൽപ്പറമ്പിൽ കുമരകം മെയ്മോളുടെ നേഴ്സിംഗ് പഠനം നല്ലതാകുന്നതിന് എല്ലാ വിഷയങ്ങളും പാസ്സാകുന്നതിന് മേഘാമോളുടെ മൊത്തം എക്സാമും ഉന്നത വിജയം നൽകണമേ. പാസ്സാകുവാൻ അമ്മ മാതാവ് പ്രാർത്ഥിക്കണമേ. മോളുടെ തെറ്റായ ബന്ധത്തിൽ നിന്നും പിന്തിരിയണമേ. വീട് നൽകണമേ. വീടും വഴിയും അസുഖങ്ങളും മാറ്റിത്തരണമേ. ഞങ്ങൾ ബൈജു വർക്കിയിടപ്പള്ളി എൻ്റെ മോൾക്ക് അഭിമൊത്ത് ഒരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. ഏലിവാവിൻ്റെ അസുഖം മാറ്റിത്തരണമേ. അഖില മോനൊരു ജോലി നൽകി അനുഗ്രഹിക്കണമേ. അക്യുമോളുടെയും അമലിൻ്റെയും IT എത്രയും വേഗം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. റോസ്മോൾ ഖത്തറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു വിശ്വാസി മക്കൾക്ക് ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുവാൻ കടബാധ്യതകൾ മാറുന്നതിന് വേണ്ടി മകൻ്റെ പരീക്ഷാ വിജയത്തിന് സെബാസ്റ്റ്യൻ ഉണ്ണി ചേർത്തല ഒരു ജോലി തടസ്സം മാറിക്കിട്ടുന്നതിനും ജോലി ചെയ്യാൻ മുന്നോട്ട് പോകാനുള്ള മനധൈര്യം കിട്ടുന്നതിനും ബുദ്ധിമുട്ടുകൾ മാറുന്നതിനും മകൻ്റെ കല്യാണം നടന്ന് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിനും പരിശുദ്ധമേ ദൈവമാതാവേ, കൃപാസനാൽ താരയിൽ ജീവനോടുകൂടി പ്രത്യക്ഷപ്പെട്ടമ്മേ, ഈ വണക്കമാസത്തിൽ വച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും അമ്മ വഴി ഈശോയിലേക്ക് സമർപ്പിക്കുകയാണ്. രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം തേടാതെ രക്ഷ നൽകുന്ന ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനും അതുപോലെ അവരുടെ ജീവിതത്തിൽ ഈ വണക്കമാസം മൂലം സാക്ഷികളായി തീരാനും അമ്മേ ഈശോയോട് പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവകുമാരനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബെത്ലേഹേം നഗരിയിൽ പാതിരയ്ക്ക് പ്രസവിച്ച് ഒരു പുൽത്തൊഴുത്തിൽ കിടത്തി എന്നതുമേ നമുക്ക് ധ്യാനിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. റിയ, ബാംഗ്ലൂർ. റിയ മോൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടി, ജോൺസന് വിശ്വാസം കൂടുതലാകുന്നതിന് വേണ്ടി, നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി, അബിൻ, ബാംഗ്ലൂർ. വിവാഹം നടക്കുന്നതിന് വേണ്ടി, അരുണൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി, അമലിൻ്റെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി, കുടുംബത്തിൽ സമാധാനവും ദൈവാനുഗ്രഹവും കിട്ടുന്നതിന്. ഗ്രീഷ്മ, എൻ്റെ കുഞ്ഞിനെ മാതാവ് അനുഗ്രഹിക്കണേ. ഗ്രീഷ്മയുടെ വിദ്യാഭ്യാസം ഉന്നത വിജയത്തിൽ. ഗ്രീഷ്മയുടെ എല്ലാ രോഗവും മാറ്റി അനുഗ്രഹിക്കണമേ. ദേവസ്തി, കുരിശിങ്കയിൽ, മാരാരിക്കുളം. എൻ്റെ കടയിൽ നല്ല കച്ചവടം നടക്കണം. എൻ്റെ ഭാര്യയുടെ അവസ്ഥ മാറണം. ലിയായുടെ കുഞ്ഞിൻ്റെ അലർജി രോഗം മാറണം. ജലജ, ഇടയൂർ. മകൻ്റെ വിദേശത്തെ വിദ്യാഭ്യാസ തടസ്സം മാറുന്നതിന്, എനിക്ക് സ്ഥിരമായി ഒരു വരുമാനം ഉണ്ടാകുന്നതിന്. ലിയ രമേഷ്, റാങ്ക് ലിസ്റ്റ് വിജയം ലഭിക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പപ്പായുടെ മദ്യപാനം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുമോൾ, ആരോഗ്യം, മകളുടെ വീട് പൂർത്തിയാകുന്നതിന് വേണ്ടി കുടുംബ സമാധാനം. ആലിയ, ഫോർട്ട് കൊച്ചി, അസുഖം മാറുന്നതിനും കുട്ടികൾക്ക് നല്ലവണ്ണം പഠിക്കുവാൻ, കുട്ടികൾ ദൈവസ്നേഹത്തിൽ വളരുവാൻ. ക്ലീറ്റൻ, ഭവന നിർമ്മാണം പൂർത്തിയാകുവാൻ, കമ്പനിയിൽ പുരോഗതി നടത്തുന്നതിന്, മകളുടെ പഠനം, ആത്മീയ വളർച്ച, ആരോഗ്യ സൗഖ്യം. പുഷ്പ, ചങ്ങനാശ്ശേരി, 10 വർഷമായ വസ്തു വിൽക്കുന്നതിന് തടസ്സം മാറുന്നതിന് വേണ്ടി, മെയ് 30 മുമ്പായി കടബാധ്യത മാറുന്നതിനും കുഞ്ഞുങ്ങൾ പഠിക്കാനുള്ള ആരോഗ്യം നൽകണമെന്നും പ്രാർത്ഥിക്കുന്നു. അനുപമ ജോർജ്, അനുപമ നേഴ്സിംഗ് പാസ്സായി ജോലി ലഭിക്കണം. ആൽഫിന് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടണം. റെഡിക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗ്രേസി തോമസ്, തയ്യിൽ. ടിൻറ്റുവിന് കാനഡയിൽ ഗവൺമെൻറ് ജോലി കിട്ടണം. വിവാഹം നടക്കുന്നതിന് വേണ്ടിയും ടിൻറ്റുവിന് PR ലഭിക്കാൻ പ്രാർത്ഥിക്കുന്നു. മോളി, കാസർഗോഡ്. അമ്മ മാതാവേ, പരീക്ഷ എഴുതുന്ന എൻ്റെ മകളെ അനുഗ്രഹിക്കണമേ. ഓമനയുടെ മറവി മാറ്റിത്തരണമേ. എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് രോഗം മാറ്റിത്തരണമേ. ജോസഫ്, കടബാധ്യത മാറുന്നതിന്, എൻ്റെ വിവാഹം നടക്കുന്നതിന്, കച്ചവടത്തിൻ്റെ സാധനങ്ങൾ വില കുറച്ച് കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നോബിൻ ജോസഫ്, ചെത്തിപ്പുഴ.
വിവാഹം നടക്കുന്നതിനും വീട് പണി പൂർത്തിയാകുന്നതിനും കടബാധ്യത മാറുന്നതിനും ഗൾഫിൽ പോകുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. മഞ്ജു, നഷ്ടപ്പെട്ട ആരോഗ്യം തിരിച്ചു കിട്ടുന്നതിനും ജോലി ലഭിക്കാൻ മക്കളുടെ വിദ്യാഭ്യാസം നല്ല രീതിയിൽ നടക്കുന്നതിനും. സോന, ചെത്തിപ്പുഴ, നല്ല ജോലി ലഭിക്കുന്നതിനും സേവി പഠിക്കുന്നതിനും മിനിയുടെ മുട്ടുവേദന മാറുന്നതിനും. ജിതിൻ കെ തോമസ്, ജോലി കിട്ടുന്നതിനും വിവാഹം നടക്കുന്നതിനും. ടിനു മെരിയ തോമസ്, രാമപുരം, ടിൻഡുവിൻ്റെ ഹാർട്ടിലെ എല്ലാം മാറുന്നതിനും ജോലി കിട്ടാൻ വേണ്ടി. എനിക്കും ജോലി കിട്ടണം. അതിൽ ജോൺ ജേക്കബ്, വാലയിൽ, കുടുംബത്തിലെല്ലാവരും പരിശുദ്ധാത്മാവിനാലും ദൈവകൃപയാലും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ, അമ്മയുടെ വെരിക്കോസിലെ പൂർണ്ണമായി മാറുവാൻ, സാന്ദ്രയുടെ BS നേഴ്സിംഗ് വിജയകരമായി പൂർത്തീകരിക്കുവാൻ. ബേബി രാജു, പത്രപടം, നബിൻ 2 UK ജോലി നഷ്ടപ്പെട്ട അവസ്ഥ. കുടുംബനാഥന് ജോലി കിട്ടണം വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഡിവിൻ ഡോമി, ഇടുക്കി, ഓപ്പറേഷൻ കൂടാതെ സൗഖ്യം ലഭിക്കണം. മകളുടെ തെറ്റായ ബന്ധം മാറ്റിക്കിട്ടണം. ഭർത്താവും മക്കളും അമ്മയുടെ സന്നിധിയിൽ എത്തി പ്രാർത്ഥിക്കണം. മിനി പോൾ, ക്യാൻസർ സൗഖ്യം നൽകണം. പൊന്നു, നീറ്റ് പരീക്ഷ പാസ്സാകണം. തോമസ് സെബാസ്റ്റ്യൻ, ചെറുവള്ളി, കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ. മെയ് 25 വരുന്ന എൻ്റെ കുഞ്ഞിൻ്റെ ടെസ്റ്റ് കുഴപ്പം കൂടാതെ കിട്ടുന്നതിന്, എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് വളർച്ച ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോസഫ്, കരിയാടിയുടെ വിവാഹം വേഗം നടക്കാനും ശുശ്രൂഷകളിൽ വിജയം ലഭിക്കുന്നതിനും. സെലിൻ കുഞ്ഞപ്പൻ, ചുള്ളിക്കൽ, വാടകക്കാർ വരാതിരിക്കാനും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്നതിനും. ജെയ്സൺ പോൾ, തടസ്സം മാറാൻ, കുഞ്ഞുങ്ങളുണ്ടാകാൻ, കച്ചവടം നടക്കാൻ. സോണി ടോണി, ഞങ്ങൾക്കൊരു കുഞ്ഞുങ്ങളെ ലഭിക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും വിവാഹ തടസ്സം മാറുന്നതിനും. മകൻ്റെ അസുഖം മാറാൻ, മകന് ജോലി ലഭിക്കാൻ. സോണി സെബാസ്റ്റ്യൻ, എൻ്റെ സ്റ്റോണിൽ ഏതെങ്കിലും രീതിയിൽ സിനിമ നടക്കണം. താമസിക്കാത്ത വീടും സ്ഥലവും വിറ്റ് കിട്ടണം. ആലീസ് തങ്കച്ചൻ, പനക്കൽ, ഞാനും ജീവിത പങ്കാളിയും മകളും ജീവിത പങ്കാളിയും കുഞ്ഞും മകളും 27/5 ദുബായിലേക്ക് പോകുന്നു. പൂർണ്ണ സംരക്ഷണം. രോഗം വരാതെ ജോലി ചെയ്യാൻ, എന്നോട് നിശ്ചലിൻ്റെ തെറ്റായ ധാരണയിൽ നിന്നും മാറ്റിത്തരാനും ഭവനം ലഭിക്കാനും. ലാലി ശങ്കൊത്ത്, എൻ്റെ ദുർശീലം മാറണം. എൻ്റെ മകളുടെ പരീക്ഷാ വിജയം, ജോലി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ
സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 4-ാം ദിവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ്. 4-ാം ദിവരഹസ്യം. പരിശുദ്ധ ദേവമാതാവ് ശുദ്ധീകരണത്തിൻ്റെ നാൾ വന്നപ്പോൾ ഈ ശമിശായെ ദേവാലയത്തിൽ ചെന്ന് ശിമോന്റെ കരങ്ങളിൽ സമർപ്പിച്ചു എന്ന് ധ്യാനിക്കുക. സ്വർഗസ്നാ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചോളണമേ. ആമേൻ. അനീഷ് എ മരിയ, ഇടമറ്റത്ത് പെമ്പള്ളി, രോഗസൗഖ്യം നൽകുന്നതിനും സ്ഥലം വിൽപ്പന നടത്തുന്നതിനും കടബാധ്യത മാറുന്നതിനും ബിസിനസ് ഒരു നല്ല രീതിയിൽ നടക്കുന്നതിനും ജീവിത പങ്കാളിയെ നൽകുന്നതിനും അമ്മ മാതാവേ പ്രാർത്ഥിക്കണമേ. ബെറ്റി ബിജോ അറയ്ക്കൽ, ഭർത്താവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കാനും സ്വഭാവം നന്നാകാനും എൻ്റെ വീട്ടിലുണ്ടായ പ്രശ്നങ്ങൾ മാറാനും ഹൈബ്രിഡ് വരെ കിട്ടുവാനും ശുഭ കൃപാസന ഹൗസ് തലോലപ്പറമ്പിൽ. അമ്മ മാതാവേ, എനിക്ക് സ്വന്തമായി ഒരു വീട് സ്ഥലവും ലഭിക്കണമേ. +2 മോന് 3 വർഷമായി പാസ്സാക്കി തരണമേ. കടബാധ്യതകൾ മാറ്റിത്തരണമേ. സാമ്പത്തികമായി അഭിവൃദ്ധി തരണമേ. അന്നമ്മ കലവൂർ, എൻ്റെ മക്കൾ +1 അഡ്മിഷൻ കിട്ടുന്നതിനും എനിക്ക് പൂർണ്ണാരോഗ്യം കിട്ടുന്നതിനും ഞങ്ങളുടെ യാത്ര അനുഗ്രഹമാക്കണമേ. സജി തോമസ് കാവുക്കാട്, എൻ്റെ അഞ്ചുവിനെ വിശുദ്ധീകരണം നൽകണമേ. ഫ്രെഡറിനെ ഫിക്സിലോ രോഗം മാറിത്തരണമേ. ചേട്ടൻ്റെ ഫാമിലിയുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. അനീഷ് എസ് ചാലക്കുടി, എൻ്റെ എല്ലാ അസുഖങ്ങളും മാറുവാൻ, അനീഷിൻ്റെ കല്യാണം വേഗം നടക്കുവാൻ, ഹൗസിൻ്റെ പണി വേഗം പൂർത്തിയാകുവാൻ, ജോലി നന്നായി നടക്കുവാൻ, ഷേർലി സണ്ണി അദീവനെ വിസ കിട്ടുവാൻ, കുട്ടികളെ നൽകുവാൻ, ജോലി സ്ഥിരമാകുന്നതിന്, കല്യാണം നടക്കണം, അസുഖങ്ങൾ മാറണം. ചെറിയാൻ മോന് ജോലി ലഭിക്കാൻ, മോൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടുവാൻ, എനിക്ക് അവകാശപ്പെട്ട സ്ഥലം തിരിച്ചു കിട്ടുവാൻ, ജീൻസൺ ജോൺസന് ആരോഗ്യം ലഭിക്കുന്നതിന്,
തടി കുറയ്ക്കുന്നതിനും ജോലി നന്നായി സ്ഥിരതയോടുകൂടി ചെയ്യുന്നതിനും വിശുദ്ധമായ ജീവിതം നയിക്കുവാനും ഷീനോ ലിജോ മൂന്നാമത്തെ ഓപ്പറേഷൻ നോർമലാകുവാൻ വർക്കല വേഷിൻ ഒക്ടോബറിൽ എക്സാം പാസ്സാകുന്നതിനും മക്കളെ സമർപ്പിക്കുന്നു. കുടുംബം ദൈവസ്നേഹത്തിൽ നിറയുവാൻ ലിസി വി എസ് പുലിപ്പുള്ളി ഭവനം ലഭിക്കുന്നതിനും രോഗസൗഖ്യത്തിനും വേണ്ടി ചെറിയാൻ ഉള്ളതുമായ അത്യാവശ്യ ശമ്പളമുള്ള ജോലി ലഭിക്കുന്നതിന് ജിൻസി ജിനോ ഓസ്ട്രേലിയ ഓപ്പറേഷൻ കൂടാതെ ഹാർട്ടിൻ്റെ വാൽവ് മാറ്റി അസുഖങ്ങൾ മാറുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ അഭിഷേകം നിറയുവാൻ മക്കൾ മൂന്നും നല്ല സ്വഭാവത്തിൽ ദൈവവിശ്വാസത്തിലും വളരുവാൻ ജാൻസി നെൽസൺ പോർട്ട് കൊച്ചി വീടിൻ്റെ കേസിൽ നിന്നും അകലുവാനും വിധി കിട്ടുവാനും കടം കൊടുത്ത പൈസ തിരികെ കിട്ടുവാനും സാമ്പത്തിക മേഖല സമർത്ഥമാക്കുവാനും കുടുംബസമാധാനവും കിട്ടുവാനും വിജയവും ജയയ്ക്കും റോസ്ലിക്കും രാജുവിനും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സുഹമോൾ കുടുംബത്തിൽ എല്ലാവരുടെയും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകൻ ഇറ്റലിയിൽ പാസ്സാകുന്നതിന് വേണ്ടി നല്ല വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാണാതെ പോയ വസ്തു പാസ്പോർട്ട് കിട്ടുന്നതിന് ജിതിൻ വാഴിയിൽ കാനഡ ഹൗസ് ബോട്ടിൽ ഉണ്ടാകുന്ന കൂടെ നടക്കുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്നതിന് വിവാഹം നടക്കുവാൻ അമ്മ മാതാവിനോട് അപേക്ഷിക്കുന്നു. ജോസഫിനെയും നെൽസനെയും ജോലി ലഭിക്കുന്നതിന് നിഹില ചെറിയാൻ വൻപുള്ളി തൈക്കുടം ന്യൂയോർക്കിലേക്ക് എക്സാം പാസ്സാകുന്നതിന് പാസ്പോർട്ട് ലഭിക്കുന്നതിന് ന്യൂസിലാൻഡിൽ ഒരു നല്ല ജോലി ലഭിക്കുവാൻ 3 മക്കൾക്കും ജോലി ലഭിക്കുവാൻ ഭക്ഷണത്തോടുള്ള താല്പര്യം കിട്ടുവാൻ ആരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാസ്മിൻ ജോസഫ് വന്നപ്പള്ളി MA പാസ്സാകുവാൻ പോയ വിഷയം പാസ്സാകുവാൻ UK-യിൽ ജോലി വർക്ക് വിസ ലഭിക്കുവാൻ വിവാഹം നല്ല രീതിയിൽ നടക്കുവാൻ ജോൺ പോൾ വർഗീസ് ജോഷി വർഗീസ് തിരുവല്ല അലർജി രോഗം മാറുവാൻ പഠിക്കുന്നതിൽ താല്പര്യവും അലസതയും മാറുവാൻ ബാബു തൈപ്പറമ്പിൽ കുടുംബത്തിലെ പൈശാചികത മാറുവാൻ വീട്ടിലെ എല്ലാവരുടെയും അസുഖം മാറി കുട്ടികളെല്ലാവരും അലസത മാറിക്കിട്ടുവാൻ മാതാവേ പ്രാർത്ഥിക്കണമേ. സൈറസ് ഷേർലി ചെറുവള്ളിക്കാട് പൊള്ളേത്തൈ വിവാഹ വാർഷികം 25/5/2024 ഇന്ന് വരെ ലഭിച്ച കരുതലിനും അനുഗ്രഹത്തിനും നന്ദി. മകൻ നവിനെ ദൈവസ്നേഹത്തിൽ വളരുവാൻ ഷേർലിയുടെ കാലിലെ വേദന മാറുവാൻ റോണി ജോബിൻ കാട്ടിപ്പറമ്പിൽ പപ്പായുടെ അസുഖവും കടങ്ങളും മാറണം. കല്യാണം നടക്കാനുള്ള അനുഗ്രഹവും പൈസയുടെ ബുദ്ധിമുട്ടുകളും മാറണം. എൻ്റെ മുടി വളരുന്നതിന് വേണ്ടി അമ്മ മാതാവേ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കല്യാണം നടക്കണം, തടസ്സങ്ങൾ മാറണം. റോണി സോജൻ കട്ടപ്പന അമ്മയുടെയും പപ്പായുടെയും അസുഖങ്ങൾ മാറണം. ഞങ്ങളുടെ കല്യാണത്തിനുള്ള പൈസ ശരിയാവണം. ചേട്ടൻ്റെ വിവാഹ തടസ്സം മാറ്റിത്തരണമേ, അസുഖങ്ങൾ മാറ്റിത്തരണമേ മാതാവേ. ജോബിൻ ജോഷിൻ കട്ടപ്പന മകൻ വിദേശത്ത് ജോലിക്ക് പോകുവാൻ വഴി തുറന്നു തരണമേ. മക്കളുടെ കല്യാണത്തിന് പൈസ ശരിയാക്കി തരണമേ. പപ്പായുടെ അസുഖങ്ങൾ മാറാൻ അനുഗ്രഹിക്കണമേ. സോജൻ ജോസഫ് മക്കളുടെ കല്യാണത്തിന് പൈസ ശരിയാകുവാൻ, മകൻ പുറത്തേക്ക് പോകുവാൻ, കടബാധ്യത മാറുവാൻ, ജസിയയുടെ അസുഖങ്ങൾ മാറുവാൻ, BP കുറയുവാൻ. ബെൻസി ആൻ്റണി എൻ്റെ KSFE ചിട്ടി ആഗസ്റ്റ് 9 മുൻപ് എനിക്ക് വീഴുവാൻ, മക്കളുടെ IELTS പരീക്ഷ പാസ്സാകുന്നതിന്
എൻ്റെ കാലിലെ മുറിവ് എത്രയും വേഗം സുഖം പ്രാപിക്കണമേ. കിഷോർ കുമാർ കുഞ്ഞക്കാട്ടുകുളം ഭവനം ലഭിക്കുവാൻ, സ്വപ്നയ്ക്ക് സർക്കാർ ജോലി ലഭിക്കുവാൻ, കടബാധ്യതകൾ മാറുവാൻ. ജിത്ത് ജോയി കടക്കരപ്പള്ളി ബിസിനസ്സിലേക്ക് തടസ്സങ്ങൾ മാറുവാൻ. എ ജെ ബാബുവിൻ്റെ പാറമടയുടെ തടസ്സം മാറുവാൻ. ഹെലൂഷ് തലശ്ശേരി കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായി ലഭിക്കുവാൻ, വാഹനം വാങ്ങിക്കുവാൻ, ജോലി ലഭിക്കുവാൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീ കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൊള്ളാവുന്നവരെ സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. 5-ാം ദിവ്യ രഹസ്യം. പരിശുദ്ധ മാതാവ് തൻ്റെ ദിവ്യകുമാരന് 12 വയസ്സായിരിക്കെ 3-ാം ദിവസം അവിടുത്തെ കാണാതെ അന്വേഷിച്ചിട്ട് 3-ാം നാൾ ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കെ അവിടുത്തെ കണ്ടെത്തിയെന്നു ധ്യാനിക്കുക. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഷിബു സുരേന്ദ്രൻ തലശ്ശേരി 12 വർഷമായി കുട്ടികളില്ല. കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. പാരമ്പര്യമായി കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നതിന് അവസാനം അത് മാറ്റിത്തരുന്നതിനും ജോലി ലഭിക്കുന്നതിന് വേണ്ടി അമ്മയെ പ്രാർത്ഥിക്കണമേ. പ്രിൻസി തോമസ് ഭർത്താവിന് ഇപ്പോഴുള്ള ഇതിനേക്കാൾ ഉയർന്ന ജോലി ലഭിക്കുവാൻ, മക്കൾക്ക് പഠിക്കുവാൻ ബുദ്ധി കൊടുക്കണമേ. കുടുംബത്തിലെ അനുഗ്രഹിക്കണമേ. ഷിബു KJ കൊല്ലശ്ശേരിയിൽ കിഴക്കേ വതിൽ കടം മാറുന്നതിനും +1
എൻ്റെ കുഞ്ഞിനെ സപ്ലി അഡ്മിഷൻ കിട്ടുവാനും റെജി വേദനയിൽ നിന്നും സൗഖ്യം ലഭിക്കണമേ. റെജി ജോൺ കരുമാടി ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതിന്, ജോ തോമസ് ആലപ്പുഴ GAയുടെ പരീക്ഷ വിജയിക്കുന്നതിനും ജോലി ലഭിക്കുന്നതിനും PR ലഭിക്കുന്നതിനും അമ്മേ മാതാവേ പ്രാർത്ഥിക്കണമേ. അന്ന ടോമി ആലപ്പുഴ രോഗം മാറുന്നതിനും ജോലി ലഭിക്കുന്നതിനും, മാത്യു ചാളിയാത്ത് തൃശ്ശൂർ മക്കളുടെ മദ്യപാനം തീരുവാനും മക്കളുടെ കല്യാണം നടത്തി തരണമേ. കൊളസ്ട്രോളിൻ്റെയും പ്രഷറിൻ്റെയും രോഗം മാറ്റിത്തരണമേ. ടോണി തോമസ് ആലപ്പുഴ ഭവനം വാങ്ങുന്നതിനും സർക്കാർ ജോലി ലഭിക്കുന്നതിനും അലർജി മാറുന്നതിനും ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നതിനും, മറിയം ടോണി ആലപ്പുഴ അഡ്മിഷൻ ലഭിക്കുന്നതിനും അടുത്ത കാലാവസ്ഥയുമായി പൊരുത്തപ്പെടുവാൻ ജീവിക്കുന്നതിനും, എവിൻ ആലപ്പുഴ വിവാഹബന്ധം ശരിയാകുന്നതിനും പരീക്ഷ പാസ്സാകുന്നതിനും, പൂജ കോളിൽ ഞങ്ങളുടെ വീട്ടിലെ ഓരോ അംഗവും ചെയ്ത എല്ലാ പാപങ്ങൾക്കും പൊറുതി ലഭിക്കണമേ. കോളിന് മക്കൾക്കും ആരോഗ്യം ലഭിക്കണമേ. ജോലിയും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളും മാറണമേ. സ്ഥലം വിൽപ്പന മാറിക്കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ടീന ആനി കടവൂർ മക്കൾക്ക് ജോലിക്ക് പോകാനുള്ള മടി മാറുവാനും മാതാപിതാക്കളുമായി രമ്യതയിലാകുവാനും കടബാധ്യത മാറാനും അമ്മയെ പ്രാർത്ഥിക്കണമേ. വിനി അബി കുടവഞ്ചൂർ മാതാപിതാക്കളുമായി രമ്യതയിൽ ജീവിക്കുവാൻ കുടുംബസമാധാനം ലഭിക്കുവാൻ. റോബിൻ ടോമി അതിരുംപറ്റ റോബിൻ്റെ വിവാഹം, വസ്തുവിൽപ്പന, വീടിൻ്റെ പണി, റോൺസന് ജോലിയും കിട്ടണമെന്ന് അമ്മയെ പ്രാർത്ഥിക്കുന്നു. ടിബിൻ ത്രേസ്യ ടോമി പാതുവാപുരം UK-യിൽ ജോലിയില്ലാതെ വിഷമിക്കുന്ന ടീസയ്ക്ക് നേഴ്സായി ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 5 വർഷമായി കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്ന ഒരു ദമ്പതികൾക്ക് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമേ. മോളി ജോസഫ് ഒലിവ വഴി വീട്ടിലുള്ള വഴക്കും മാറി വഴി നടത്താനും വാഹന സൗകര്യം ലഭിക്കുന്നതിനും, ജോസ്ഫിന മേരി ജോൺ എൻ്റെ അസുഖങ്ങൾ മാറിക്കിട്ടുവാനും കുടുംബസമാധാനത്തിനും പൈതലായ മക്കളാകുവാനും, യമുന സെഫന്യ കൊല്ലം കുവൈറ്റിൽ പോകാനും നേഴ്സായി ജോലി ലഭിക്കുന്നതിനും മക്കളെ നൽകി അനുഗ്രഹിക്കണമേ. നേഴ്സായി ജോലിക്ക് പോകുവാനും RN പാസ്സാകാനും USA-യിൽ പോകുവാനും സാധിക്കണമേ. ഷൈനി ജോസഫ് അറയ്ക്കൽ പറമ്പിൽ പാല മകൾ അലീനയ്ക്ക് സന്തോഷത്തോട് വന്ന് സാക്ഷ്യം പറയുവാൻ അമ്മ അനുഗ്രഹിക്കണമേ. അവളുടെ അസുഖങ്ങൾ മാറ്റിത്തരണമേ. ആൻസി ജോബ് കിഴക്കേക്കര ഉഴുവൂർ ടോണി ജോസഫിനെ വിസ ശരിയാകുവാൻ, റിയാലിക്ക് 30 ലക്ഷം രൂപ തിരിച്ചു കിട്ടുവാൻ, എല്ലാവരെയും വിശ്വാസത്തിൽ വളരുവാൻ. മേരി അബ്രാഹാം അറയ്ക്കൽ മകൻ തിരിച്ചു വരുന്നതിനും വിശുദ്ധിയിൽ ജീവിക്കുവാനും ഭർത്താവിൻ്റെ വെരിക്കോസ് മാറുന്നതിനും, BSc നേഴ്സിംഗ് പഠിക്കുവാന്ന മകൾക്ക് പഠനം നല്ല മാർക്കോടുകൂടി പാസ്സാകുന്നതിനും, റീന പൈസ് വലിയ വീട്ടിൽ പൈപ്പിൻ ഭർത്താവിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറിക്കിട്ടുവാനും സ്വന്തമായി ഒരു വീടിന് വേണ്ടി ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം നൽകുന്നതിനും വേണ്ടി, റീന ജെയിംസ് കാഞ്ഞിരമുറ്റം സമാധാനവും നിറഞ്ഞ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി എനിക്കും ഭർത്താവിനും വിദേശത്ത് പോകുവാൻ ജോലി ലഭിക്കുവാനും അമ്മയെ പ്രാർത്ഥിക്കണമേ. ഈശോയും മാതാവിനെയും പരിശുദ്ധാത്മാവിനെയും ജീവിതത്തിൽ കൂടുതൽ അനുഭവിച്ചറിയുവാൻ. ടീന ടെവേസോൺ കരിമാഞ്ചേരി എൻ്റെ ഇളയ മകൻ ജിയോയ്ക്ക് ജോലിയും ബിസിനസ് തടസ്സങ്ങളും മാറുന്നതിനുള്ള കൃപ കൊടുക്കണമേ. കുടുംബത്തിലുള്ളവർക്ക് ശാരീരികവും മാനസികവുമായ
വിഷമതകൾ മാറ്റി അനുഗ്രഹിക്കണമേ. കുടുംബങ്ങളെല്ലാവരും അയൽക്കാരും ചാർച്ചക്കാരും എല്ലാവരും സ്നേഹത്തിൽ ജീവിക്കുവാൻ ടിസ ബെൻസൺ, അമ്മേ എനിക്ക് നല്ല ശമ്പളത്തോടുകൂടി ജോലി ലഭിക്കാൻ, എൻ്റെ ഭർത്താവ് എക്സാം വിജയിക്കുവാൻ, എൻ്റെ മക്കൾ ബെൻസിക്കും അലർജി രോഗം മാറുവാൻ, പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ. ഷാനി, കലവൂർ, എറണാകുളം, ഞങ്ങളുടെ മക്കൾ ദീപയ്ക്കും കുഞ്ഞുങ്ങളില്ല. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായി. കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ ഭർത്താവിൻ്റെ ന്യൂറോ അസുഖങ്ങൾ, വലത് കൈയിലെ മുറിവ് സുഖപ്പെടുത്തണമേ. എൻ്റെ സുഹൃത്ത് സുജിതയ്ക്ക് സർക്കാർ ജോലി, ഭവനവും മകന് ജോലിയും ലഭിക്കണമേ. ആനി ജോൺസൺ, മുംബൈ. എൻ്റെ ഇളയ മകൻ ആബേലിന് 26 വയസ്സായി, ജോലി ലഭിക്കുവാൻ. എൻ്റെ മൂത്ത മകൻ സ്റ്റാൻലിന് 30 വയസ്സായി, വിവാഹ തടസ്സം മാറുവാൻ. എൻ്റെ ഭർത്താവിന് കിഡ്നി രോഗം മാറുവാൻ. പ്രിയ ടോംസിന് കൈയുടെ വിറയൽ മാറുവാൻ. പ്രിയ SSC ജൂനിയർ പരീക്ഷ പാസ്സായി, നിയമനം ലഭിക്കുവാൻ. 3 വണ്ടിയിലും വളരെ മോശമായ ഓട്ടമാണ്. ഭവനത്തിൽ നിന്ന് അകന്നു ജീവിക്കുന്ന മക്കൾക്ക് അതിലേക്ക് ചേർന്ന് വരുവാൻ. ഷേർലി ഹെറിൻ, തുമ്പോളി. പ്രമോഷൻ മാൾട്ടയിൽ ഡ്രൈവിംഗ് ലൈസൻസിന് ലഭിക്കുന്നതിനും. മെറിൻ കണ്ണൻ മാൾട്ടയിലേക്ക് പോകാനുള്ള വിസ തടസ്സം മാറുന്നതിനും മെറിനയുടെ ജർമ്മനിലേക്ക് പോകാനുള്ള ടെസ്റ്റുകൾ പാസ്സാകുന്നതിനും. മനുമോൾ അഗസ്റ്റിൻ, രാമപുരം, എൻ്റെ മകൾക്ക് ദൈവവിശ്വാസമുണ്ടാകുന്നതിനും പ്രാർത്ഥിക്കുന്നു. മടി മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാമോൾ 10ാം ക്ലാസ് 90% മാർക്ക് ലഭിച്ചതിന് എനിക്ക് രോഗങ്ങൾ മാറ്റിത്തരുന്നതിനും നല്ല ചിന്തകൾ തരുന്നതിനും പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ ദൈവമാതാവേ, ശക്തനായവല്ലെന്നിവർക്കെല്ലാം വൻ കാര്യം സാധിച്ചു കൊടുത്ത് ഈ വണക്കമാസത്തിൽ വച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും സാധിച്ച് അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനും അവർക്ക് നിത്യജീവൻ കിട്ടുവാനും സാക്ഷ്യം പറയുവാനും പരിശുദ്ധമ്മേ, സഞ്ചാരിയമ്മേ, സമയത്തിൻ്റെ അമ്മേ, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, കൃപാസന ഡയറക്ടറായ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഇവിടെ സഹായിക്കുന്ന എല്ലാ വൈദികരെയും എല്ലാ സിസ്റ്റേഴ്സിനെയും അടുക്കള മുതൽ അൾത്താര വരെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകരെയും പരിശുദ്ധമ്മേ അങ്ങയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗായക സംഘത്തെയും വൈദ്യുതി കൈകാര്യം ചെയ്യുന്ന മക്കളെയും സമർപ്പിക്കുന്നു. ഇവിടെ നടക്കുന്ന എല്ലാ വർക്കുകളും സമർപ്പിക്കുന്നു. പരിശുദ്ധമേ, എല്ലാ കുറവുകളും നിറവുകളാക്കുന്നമ്മേ, എല്ലാ കുറവുകളുള്ളിടത്ത് അമ്മ നിറവായി കടന്നു എന്ന് ദൈവമഹത്വം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമേ, ഒത്തിരി മക്കൾ അനേകം പ്രാർത്ഥനാ സഹായം ചോദിച്ച മക്കളുണ്ട്. അവരുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുത്ത് ദൈവം മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിൽ നിന്നും മഹത്വമുണ്ടാകുവാൻ പരിശുദ്ധമേ, സഞ്ചാരിയമ്മേ, മക്കൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും
തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷയുള്ളമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗത്തിലേക്ക് ആനയിക്കുകയും ചെയ്യണമേ. പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായിരിക്കുന്ന വിശുദ്ധ മിഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, റഫാലേ, മഹാത്മാവേ വിശുദ്ധ ഔസേപ്പേ, സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസേ, വിശുദ്ധ പൗലോസേ, വിശുദ്ധ യോഹന്നാനേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമാ സ്ലീഹായേ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നെങ്കിലും ഞങ്ങൾ ജപിച്ച ജപമാല നിങ്ങളുടെ സ്തുതികളോടുകൂടി ഒന്നാട്ട് ചേർത്ത് പരിശുദ്ധ മാതാവിൻ്റെ തൃപ്പാത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ധന്യം മാതാമരി കാത്തരുൾക്കുന്നേക്കും ഞങ്ങളെ അമ്മേ, വാഴ്ക 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 മരിയേ, വാഴ്ക 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 മരിയേ. ധന്യം മാതാമരി കാത്തരുൾക്കുന്നേക്കും ഞങ്ങളെ അമ്മേ, വാഴ്ക 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 മരിയേ, വാഴ്ക 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 മരിയേ. സ്വർഗരാജ്യം വരുവാനാ ആട്ടിടയനെ പെറ്റ മാതാവേ, വാഴ്ക 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 മരിയേ, വാഴ്ക
വരുവാനായി ആട്ടിടയനെ പെറ്റ മാതാവേ வாழ்க 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 மரியே வாழ்க 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 മരിയേ ആരിലേ ധന്യ മാതാ മരിയേ കാത്തരുൾകെന്നേക്കും ഞങ്ങളെ അമ്മേ வாழ்க 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 മരിയേ வாழ்க 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 മരിയേ. 25-ാം തീയതി ദേവമാതാവിൻ്റെ ഉയർപ്പ്. ഒന്നാമത്, ദേവമാതാവ് മാതൃശരീരം കല്ലറയിൽ അഴിയാതെയിരുന്നു. രണ്ടാമത്, മാതാവ് മരിച്ച 3-ാം നാൾ ഉയർത്തു. മൂന്നാമത്, മാതാവിൻ്റെ ഉയർപ്പ് ആ നാഥയുടെ പേരിലുള്ള നമ്മുടെ ശരണത്തിന് കാരണമായി. ആദ്യം ദേവമാതാവിനെ ജന്മഭാവം വീഴാതെ രക്ഷിച്ച ദൈവം മറിയത്തിൻ്റെ മാതൃശരീരം ക്ഷയിക്കാതിരിപ്പാൻ തിരുമനസ്സായി. ദൈവം മാതത്തോട് നീ ധൂളിയാകുന്നു, നീ ധൂളിയായി പരിണമിക്കുകയും ചെയ്യും എന്ന് വലിയ ശാപമിട്ടതിനാൽ മനുഷ്യ ശരീരം അഴിയാതിരിപ്പാൻ നിവർത്തിയില്ല. എന്നാൽ മറിയം ഈ പൊതുവായ കൽപ്പനയിൽ ഉൾപ്പെടാതിരിപ്പാൻ ദൈവം അനുഗ്രഹിച്ചു. മരണപര്യന്തം ഒരല്പഭാവം പോലും ചെയ്യാതിരുന്നതുകൊണ്ട് തിരുവാതിരം ദേവാലയമായി തീർന്നതിനാലും മറിയത്തിന് അക്ഷയത്വം എന്ന വരം നൽകിയതും എത്രയോ ഉചിതമാകുന്നു. നിങ്ങളും വിശുദ്ധ കുർബാന വഴിയായി ഈശോയെ ഉൾക്കൊള്ളുന്നുവല്ലോ. മിശിഹ നമ്മുടെ ഹൃദയത്തിൽ എഴുന്നള്ളി നിങ്ങളോടുകൂടെ അത്ഭുതകരമാം വണ്ണം ഐക്യപ്പെട്ട് നിങ്ങളുടെ ശരീരം ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് നിത്യാനന്ദത്തിൽ അച്ചാരം നൽകുകയും ചെയ്തു. ആകയാൽ ഈശോ മിശിഹായിൽ ശുദ്ധീകരിക്കപ്പെട്ട നിങ്ങളുടെ ശരീരം പാപങ്ങളാൽ അശുദ്ധമാകാതിരിപ്പാൻ ഏറ്റവും ശ്രദ്ധയോട് ജീവിക്കണം. രണ്ടാമത്, എല്ലാ മനുഷ്യരും ലോകാവസാന ദിവസത്തിൽ ഉയർക്കും. എന്നാൽ ദൈവജനനി മനുഷ്യർക്ക് ജീവനും ഉത്ഥാനവുമായി ഈശോയെ പ്രസവിക്കുകയും തൻ്റെ കുമാരനെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. എന്നാൽ മരിച്ച 3-ാം നാൾ ഈ നാഥയെ ഉയർപ്പിക്കുന്നതിന് ദൈവം തിരുമനസ്സായി. മാതാവിൻ്റെ പരിശുദ്ധാത്മ മോക്ഷത്തിൽ നിന്ന് വന്ന തൻ്റെ തിരുശരീരത്തോട് ചേർന്ന് അതിനെ ഭാഗ്യവും മഹിമയും കൊടുക്കുകയും ചെയ്തു. ഈ തിരുശരീരം കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് സൂര്യനേക്കാൾ അധികം തേജസ്സോട് അക്ഷയവും ലഘുത്വവും സൂക്ഷ്മ പ്രകാശം എന്നീ 4 വരങ്ങൾ പ്രാപിച്ചു. എന്നേക്കും സ്വർഗരാജ്യത്തിൽ വാഴുന്ന നമ്മുടെ തിരുമാതാവിനെ നൽകപ്പെട്ടിരിക്കുന്നു. ഈ മഹത്വം കണ്ട് നാം സന്തോഷത്തോട് ഈ നായകയെ സ്തുതിച്ചു വാഴ്ത്തണം. നമുക്ക് വിധി ദിവസത്തിൽ ഉയർപ്പുണ്ടാകും. എന്നാൽ ഉയർത്ത് മോക്ഷത്തിൽ പോകണമോ നരകത്തിൽ വീഴുമോ എന്ന് നിശ്ചയമില്ല. അത് നമ്മുടെ നടപടികളെ ആശ്രയിച്ചിരിക്കും. മൂന്നാമത്, ദൈവമാതാവിൻ്റെ മഹിമയേറിയ ഉയർപ്പ് നമുക്ക് സന്തോഷവും മഹിമയും വരുത്തിയിരിക്കുന്നു. അതെങ്ങനെയെന്നാൽ മറിയം തൻ്റെ ശരീരത്തോടും ആത്മാവോടും കൂടി മോക്ഷത്തിൽ എഴുന്നള്ളി അവിടെ നിസ്തുലമായ മഹിമ പ്രാപിച്ചിരിക്കുന്നത് കൂടാതെ എപ്പോഴും നമ്മുടെ മാതാവായും സങ്കേതമായും സഹായമായും പരിപാലകയായി തന്നെ നാം കരുതണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ നമ്മുടെ ഞെരുക്കങ്ങളിൽ സ്വർഗരാജ്ഞിയുടെ സഹായം അപേക്ഷിക്കാതിരിക്കാമോ? ഇവയിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പ്രിയമുള്ള അമ്മ കാത്തുകൊണ്ടിരിക്കുന്നു. ആശാപൂർവവും പ്രാർത്ഥനയിൽ ഈ നാഥയെ നമുക്ക് വേണ്ട വരങ്ങളെല്ലാം നൽകാതിരിക്കുകയില്ല. ദൃഷ്ടാന്തം: വിശുദ്ധ ഷോമൻ സ്റ്റോക്ക്
ദൈവമാതാവിനെ ഉന്നതമാം വണ്ണം വണങ്ങാൻ വേണ്ടി ദിവസം പ്രതി ആ മാതാവിനോട് ഞാൻ അങ്ങയെ വണങ്ങത്തക്ക വിധം എങ്ങനെയെന്ന് എന്നെ അറിയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുവന്നു. ഈ മാതാവ് അദ്ദേഹത്തിൻ്റെ ഈ ആഗ്രഹാധിക്യം കണ്ട് സന്തോഷിച്ചു. അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. അപ്പോൾ അദ്ദേഹം ദൈവമാതാവിൻ്റെ സ്വരൂപത്തിന് മുമ്പാകെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവജനനി ഒരു ഉത്തരീയം കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളിയതായത്, നീ നമ്മെ വേണ്ട പോലെ സ്തുതിക്കണമെങ്കിൽ ഈ ഉത്തരീയം ധരിക്കുകയും ശേഷം വരെ ഇത് ധരിപ്പാൻ പ്രയത്നിക്കുകയും ചെയ്യണം. ഇതിലെ വിശ്വാസത്തോടുകൂടി ധരിക്കുന്നവർക്ക് ജീവിതകാലത്തിൽ നമ്മുടെ സഹായം കൈക്കൊള്ളുകയും ഇതിനോടുകൂടെ മരിക്കുന്നവർ നരകത്തിൽ പോകാതെ കരേറുകയും ചെയ്യും. ഈ അത്ഭുത സംഭവം പ്രസിദ്ധമായതിൻ്റെ ശേഷം ഉത്തരീയം ധരിക്കുന്നവർക്ക് മാർപ്പാപ്പ അനേകം ദണ്ഡവിമോചനങ്ങൾ നൽകിയിട്ടുണ്ട്. രാജാക്കന്മാർ മുതൽ അനവധി ജനങ്ങൾ ഉത്തരീയ സഭയിൽ ചേരുകയുണ്ടായി. ഉത്തരസഭയിൽ ചേർന്ന ഒരു പടയാളിയെ സംബന്ധിച്ച് ഒരത്ഭുത സംഭവം കേട്ടാലും, ഫ്രാൻസിലെ 13-ാം ലൂയിസ് രാജാവ് മൊബേ നഗരിയെ വളഞ്ഞു. അത് പിടിച്ചടക്കുന്നതിനെ ശ്രമിക്കിയാൽ ഉത്തരീയം ധരിച്ചിരുന്ന ഒരു പടയാളിയുടെ മാറിൽ ഉത്തരീയം കിടന്ന സ്ഥലത്ത് ശത്രുക്കളുടെ തോക്കിൽ നിന്നും ഒരുണ്ട പതിച്ചു. മേൽവസ്ത്രം തുളച്ചെങ്കിലും അത് ശരീരത്തിൻ്റെ ഉള്ളിൽ കടക്കാതെ ഉത്തരീയത്തിൻ്റെ മേൽ കൊണ്ടയുടനെ ചതഞ്ഞ് താഴെ വീഴുകയും രാജാവ് ഈ സംഭവം അറിഞ്ഞ് ആ പടയാളിയെ വരുത്തി അവനിൽ സംഭവിച്ച അത്ഭുതം സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തു. ദൈവമാതാവ് ഉത്തരീയം ധരിക്കുന്നവർക്ക് ഇത്രയോ സഹായം ചെയ്യുന്നു എന്ന് വിചാരിച്ച് സന്തോഷിച്ച് രാജാവ് അനേകം ജനങ്ങളെ ഉത്തരീയ സഭയിൽ ഉടനെ തന്നെ ചേർത്തു. ഒരു സിംഹം ഫ്ലോറൻസ നഗരിയിൽ പ്രവേശിച്ചു തെരുവുകളിൽ കൂടി ഗർജിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. പട്ടണവാസികൾ വല്ലാതെ ഭയപ്പെടുകയും ചെയ്തു. ഒടുവിൽ ഒരു ദേവാലയത്തിൻ്റെ സമീപം വന്ന് നിലയായി. അതിനെ പിടിപ്പാൻ ഒരുത്തരും വെളിയിൽ പുറപ്പെടാതെ ഇരിക്കുന്നത് കണ്ട് ഒരു ബാലിക ദൈവമാതാവിൻ്റെ നാമം ചൊല്ലി ആ സിംഹത്തിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ഉത്തരീയമെടുത്ത് അതിൻ്റെ കഴുത്തിലിട്ടു. ഒരാട്ടിൻകുട്ടിയെ എന്ന പോലെ അതിനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയും ജനങ്ങൾ അതെല്ലാം കണ്ട് ദൈവമാതാവിൻ്റെ പള്ളിയിൽ പ്രവേശിച്ച് ആ നാഥയെ സ്തുതിച്ചു കൊണ്ടാടുകയും ചെയ്തു. ദൈവജനനിയുടെ ജയക്കൊടിയുടെ തണലിൽ നിന്ന് പരിശുദ്ധ കന്യകാസുതരുടെ അടയാളമായ ഉത്തരീയമെന്ന പടച്ചട്ട ധരിച്ചുകൊണ്ട് പിശാചിനോട് യുദ്ധം ചെയ്താൽ വിജയം നിശ്ചയമായിരിക്കും. ജപം. സ്വർലോക ഭൂലോകങ്ങളുടെ രാജ്ഞിയായ ദിവ്യകന്യകേ, അങ്ങേ തിരുവാത്മാവും തിരുശരീരവും വീണ്ടും ഒന്നിച്ചു ചേർന്നപ്പോൾ അങ്ങനുഭവിച്ച മനോവാക്കിലടങ്ങാത്ത സന്തോഷത്തെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് വാഴ്ത്തിക്കൊണ്ടാടുന്നു. ഹാമേ. കൊടുങ്കാറ്റടിക്കാത്ത തുറമുഖമായ മോക്ഷത്തിൽ ചേർന്ന് സർവേശ്വരന്റെ സിംഹാസനത്തിന്റെ അടുക്കൽ അങ്ങ് ഇപ്പോൾ എഴുന്നള്ളിയിരിക്കുന്നുവല്ലോ. ശോഭിച്ചിരിക്കുന്ന സമുദ്രത്തോട് ഈ ലോകത്തിൽ നീന്തി തുടിക്കുന്ന അങ്ങേ മക്കളായ ഞങ്ങളെ കൈവിടരുതേ. ഹാ മാതാവേ, അങ്ങ് ഞങ്ങളെ കൃപയോട് നോക്കി ഞങ്ങളുടെ പ്രാർത്ഥനകൾ അലിവോട് കേട്ട് ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിന് വേണ്ടി വരപ്രസാദങ്ങൾ തരിവിക്കണമേ.
എത്രയും ദയുള്ള മാതാവേ, അങ്ങേ സംഗീതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥാപേക്ഷയിൽ ഒരുവനെങ്കിലും അങ്ങ് ഉപേക്ഷിച്ച ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകയുടെ രാജ്ഞിയായ കന്യകയെ, ദയുള്ള മാതാവേ, വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തിൽ ഞാൻ അണയുന്നു വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാഗത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധി നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടോളണമേ. ആമേ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാവികളുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു. നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ബ്രാൻഡമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും ഇപ്പോഴും എന്നേക്കുവാമേ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സംഗീതം, ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും ഇപ്പോഴും എന്നേക്കുവാമേ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപിയുടെ സംഗീതമേ, ഇതാ നിന്റെ സംഗീതത്തെങ്കിൽ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇത് തിരിക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. ബ്രാൻഡമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും ഇപ്പോഴും എന്നേക്കുവാമേ. പാപികളുടെ സംഗീതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പാപികളുടെ സംഗീതമേ, അങ്ങ് അജ്ഞാനം മുതൽ ദുരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. ബ്രാൻഡമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപികളുടെ സംഗീതമേ, സത്യരാജാക്കളായ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ബ്രാൻഡമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപികളുടെ സംഗീതമേ, മാർപ്പാപ്പ മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ബ്രാൻഡമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പാപികളുടെ സംഗീതമേ, മാർപ്പാപ്പ മുതലായ ഭാവികളുടെ സംഗീതമേ, നിന്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ആശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങേ അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ബ്രാൻഡമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും ഇപ്പോഴും എന്നേക്കും. സുഹൃത ജപം.
ഹാമേ ആമേൻ. അങ്ങേ സങ്കേതത്തെങ്കിൽ അങ്ങേ സങ്കേതത്തിങ്കൽ ഇരിക്കുന്നതിന് തന്നെ ഇരിക്കുന്നതിന് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിത്യാനന്ദം. നിത്യാനന്ദം. ഹാമേ ആമേൻ. അങ്ങേ സങ്കേതത്തിൽ അങ്ങേ സങ്കേതത്തിൽ ഇരിക്കുന്നത് തന്നെ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നിത്യാനന്ദം. നിത്യാനന്ദം. ഹാമേ ആമേൻ. അങ്ങേ സങ്കേതത്തിൽ അങ്ങേ സങ്കേതത്തിൽ ഇരിക്കുന്നത് തന്നെ ഇരിക്കുന്നത് തന്നെ ഞങ്ങൾക്ക് നിത്യാനന്ദം. ഞങ്ങൾക്ക് നിത്യാനന്ദം. സൽക്രിയ അജ്ഞാനികളെ സത്യവേദം അറിയിക്കണം.